ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേരുടെ കുരു പൊളിയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതൊന്നും ഞാൻ വിലക്കെടുക്കുന്നില്ല. പൊളിയുന്നവരുടെ കുരു പൊളിഞ്ഞോട്ടെ. കാരണം പറയാനുള്ള കാര്യം നമ്മളിവിടെ പറഞ്ഞിരിക്കും. കുറേ നാളായിട്ട് ഞാൻ പറയണമെന്ന് വിചാരിച്ച ഒരു ടോപ്പിക്കാണത്. ഈ വീഡിയോ കണ്ടിട്ടും നിങ്ങൾ പറ്റിക്കപ്പെടുകയാണെങ്കിൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇത്ര എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഇത് ഒരു ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ആദ്യമേ പറയുകയാണ്, ഓരോരോ കാറ്റഗറിയിലുള്ള പല പല ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ വ്ളോഗേഴ്സിൻ്റെ ചില ചേഷ്ടകളെ പറ്റിയാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ മര്യാദക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. ഇത്രയും വർഷം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, അല്ലാതെ പലയിടങ്ങളിലായിക്കോട്ടെ, ഇതുപോലെ ക്രിയേറ്ററായിട്ട് നിൽക്കുന്ന എനിക്കറിയാവുന്ന പല കാര്യങ്ങളിലാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വീഡിയോ മര്യാദക്ക് ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുക. ആദ്യം തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുറക്കം തൊട്ട് കാണുന്നവർക്കറിയാം, ഞാൻ ഫുഡ് വ്ളോഗിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഫുഡ് റിവ്യൂസ് കൊച്ചി എന്നായിരുന്നു ചാനലിൻ്റെ പേര്. പിന്നീട് ഞാനത് ആ ഒരു ടൈറ്റിൽ എനിക്ക് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. അതിൻ്റെ കാരണം തന്നെ എന്താണെന്ന് ഞാൻ പറയട്ടെ. ഞാൻ ആ പേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ബോൺ ഓൺ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ ഇതിൽ ഞാൻ ആദ്യത്തെ മെമ്പേഴ്സിൽ ഒരാളാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫുഡ് റിവ്യൂസ് കൊച്ചി എന്നുള്ള പേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള ഒരു രീതികളല്ല പിന്നീട് ഉണ്ടായത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ പോലും കുറച്ചധികം ജെന്യുവനായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർ പോലും കുറച്ച് ഫോളോവേഴ്സ് ഗെയിൻ ചെയ്തതിന് ശേഷം പൈസ കിട്ടാൻ തുടങ്ങിയപ്പോഴേക്കും അവർ പോലും മറുകണ്ഠം ചാടി എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. പിന്നീട് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ ഫുഡ് റിവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയ്ഡ് റിവ്യൂസ് ആണെന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് എല്ലായിടത്തേക്കും വന്നു. വ്യൂവേഴ്സിനും മനസ്സിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരുത്തരുടെ വീഡിയോ കണ്ടിട്ട് പോയി കഴിച്ചിട്ട് അവർക്ക് ആ സെയിം എക്സ്പീരിയൻസ് കിട്ടുന്നില്ല. ചിലത് സെയിം എക്സ്പീരിയൻസ് പോട്ടെ, വളരെ മോശം എക്സ്പീരിയൻസ് കിട്ടുന്നു. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. അതും കൂടി ഞാൻ നിങ്ങളിൽ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഞാൻ ആദ്യം പേജ് തുടങ്ങിയ കാലഘട്ടം, ആ ടൈമിലൊക്കെ ഉള്ളൊരു സംഭവം എന്തായിരുന്നു പറഞ്ഞാൽ, അത് ഏകദേശം 2018-19 ആ ടൈമിൽ. അപ്പോഴൊക്കെ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡിൻ്റെ ജോയിൻസ് നമ്മളെ ക്ഷണിച്ചാൽ പോലും അവരുടെ മൈൻഡ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ആളുകളിലേക്ക് അങ്ങനെ ഒരു കടയുണ്ടെന്ന് അറിഞ്ഞാൽ മതി. ഫുഡിനെ പറ്റിയുള്ള അഭിപ്രായം എന്തും ആയിക്കോട്ടെ, നല്ലതാണെന്നോ ഇഷ്ടപ്പെട്ടില്ലെന്നോ എന്തു വന്നാലും അവർക്ക് വിഷയമല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് അതും പറ്റാണ്ടായി. അതായത് ഇവർക്ക് എല്ലാം നല്ലതെന്ന് തന്നെ പറയണം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എത്തി. അപ്പം ഞാനൊക്കെ പോയിരുന്ന സമയത്ത്, ഇൻവൈറ്റ് കിട്ടി പോയിരുന്ന സമയത്ത്, ഞാൻ അവരോട് പ്രത്യേകം പറയും, എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെന്ന് പറയും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. ഒരു പ്രൊഡക്റ്റും, ലോകത്തെ എന്ത് സാധനം തന്നെ ആയിക്കോട്ടെ, അതിപ്പോൾ സിനിമ ആയിക്കോട്ടെ, അതിപ്പോൾ ഫുഡായിക്കോട്ടെ, ഉപയോഗിക്കുന്ന എന്ത് സാധനം ആയിക്കോട്ടെ, ഒന്നും പെർഫെക്റ്റ് അല്ല. ആളുകളെ പോലെ തന്നെയാണ്. ഒരു സാധനം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സാധനമില്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാതെ വരും. ചിലപ്പോൾ നിറമായിരിക്കും, ചിലപ്പോൾ ടേസ്റ്റ് ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാതെ വരും. അപ്പോൾ അതിനെപ്പറ്റിയും എനിക്ക് പറയേണ്ടി വരും എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ മാത്രമേ ഞാൻ ഇൻവൈറ്റ് എടുക്കുകയുള്ളായിരുന്നു. അതും ഞാൻ പൈസ ചാർജ് ചെയ്യില്ലായിരുന്നു ഒന്നിനും. അവർ നമുക്ക് തരുന്ന സാധനം അവർ വഹിക്കും എന്നല്ലാതെ ഞാൻ ഒരു സാധനത്തിനും പൈസ ഞാൻ വാങ്ങില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ പൈസ വാങ്ങാത്തത് വിഷയമായി മാറി. കാരണം മറ്റുള്ള കുറേ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സായിട്ടുള്ള ആൾക്കാർ പൈസ വാങ്ങാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെപ്പോലെ ചില ആൾക്കാർ പൈസ വാങ്ങുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ട് നീ വാങ്ങുന്നില്ല? വാങ്ങിയേ പറ്റുള്ളൂ. കാരണം നീ വാങ്ങാത്തതുകൊണ്ട് ഞങ്ങൾക്കും വാങ്ങാൻ പറ്റുന്നില്ല. ചില ആൾക്കാർ പറയുന്നത്, ഇന്ന ആൾ വാങ്ങുന്നില്ലല്ലോ, അയാൾക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ടല്ലോ, അയാൾ ഇത്രയൊക്കെ വീഡിയോ ചെയ്യുന്ന ആളാണല്ലോ, എന്നിട്ടും വാങ്ങുന്നില്ല. അപ്പോൾ നീയും വാങ്ങിയാലേ ഞങ്ങളുടെയും പരിപാടികൾ നടക്കുള്ളൂ, വാങ്ങിയേ പറ്റുള്ളൂ. അങ്ങനെ ഇതായി. അപ്പോൾ ചില ആൾക്കാരുടെ, അന്നത്തെ ഭയങ്കര എന്നെയായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഒരുപാട് പേരുടെ വാക്കും കേട്ട് അവരുടെ തൃപ്തിപ്പെടുത്താനൊക്കെ ആയിട്ട് ഞാനും ചെറിയ എമൗണ്ടുകൾ, അതായത് ട്രാവൽ അലൗവൻസ് രീതിയിലുള്ള സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി. ദൂരെയുള്ള സ്ഥലങ്ങളായിരുന്നെങ്കിൽ. ഇത് ഇൻസ്റ്റാഗ്രാമിലെ കാര്യമുണ്ട് ഞാൻ പറയുന്നത്. എന്നിട്ടും എൻ്റെ മനസ്സിലപ്പോൾ ഉള്ളിൽ ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു, ഇത് ശരിയാവില്ല. കാരണം വെച്ചാൽ പൈസ ഇൻവോൾവ് ആയിട്ടുള്ള എന്ത് സാധനം വന്നാലും അപ്പം പ്രോബ്ലം ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ചില ആൾക്കാർ നമ്മളത് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കും. അതായത് ഞാൻ നിനക്ക് പൈസ തന്നല്ലേ, അപ്പോൾ ഇങ്ങനെ പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലേക്കും ആയി. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രീഡത്തെ പിടിച്ചു കെട്ടിയ പോലെ, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പിടിച്ചു കെട്ടിയ പോലത്തെ ഒരു ഫീലിംഗാണ് എനിക്ക് ഉണ്ടായത്. അങ്ങനെയാണ് ഞാനത് കംപ്ലീറ്റ്ലി അങ്ങ് നിർത്തി. അപ്പോൾ അത് വലിയ വിഷയമായി. ചില ആളുകളുടെ ഇടയിൽ അത് പറ്റില്ല, അത് ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ ഒരു രീതിയിലും
വഴങ്ങില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ വഴി തനി വഴി എന്നുള്ള സീനിലായപ്പോഴേക്കും കുറേ ആൾക്കാർക്ക് അത് വലിയ ഇഷ്യൂ ആയി. അപ്പോൾ അവർ നമ്മളെ മാക്സിമം ഡീഗ്രേഡ് ചെയ്യാൻ നോക്കുന്നു, ഓരോ സ്ഥലത്ത് പോയിട്ട് മോശം നമ്മളെപ്പറ്റി പറയുന്നു. പക്ഷേ എന്നെ ഈ പറഞ്ഞ ആളുകൾക്ക് നന്നായിട്ട് അറിയാം ആരുടെയൊക്കെ അടുത്താണ് ഇവർ ചെന്ന് മോശം പറയുന്നത്. അവർക്ക് എന്നെ പേഴ്സണലി അറിയാം. ഞാൻ 5 പൈസ അവരുടെ അടുത്തൊന്നും വാങ്ങിയിട്ടില്ല. ഉള്ള കാര്യം മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോരുന്ന ആളുമാണ്. അതുകൊണ്ട് തന്നെ അവർക്കറിയാമായിരുന്നു എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത്. അവരെയൊക്കെ ആയിട്ട് ഞാൻ ഇപ്പോഴും നല്ല ബന്ധത്തിൽ പോകുന്നു. അപ്പോൾ ജെന്യുവിനായിട്ടുള്ള അഭിപ്രായങ്ങൾ എടുക്കുന്ന ആൾക്കാർ എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. വളരെ കുറച്ച് പേര് മാത്രമേ പൈസയുടെ മഞ്ഞളിപ്പോ അല്ലെങ്കിൽ പൈസയുടെ നെകളിപ്പോ അതല്ലെങ്കിൽ പൈസയുടെ അഹങ്കാരം കൊണ്ട് ചേഞ്ച് ആവുള്ളൂ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു വൈബല്ല ഇപ്പം ഞാൻ കാണുന്നത്. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് കൊറോണയ്ക്ക് ശേഷമൊക്കെ ഇഷ്ടം പോലെ ക്രിയേറ്റേഴ്സ് ഫുഡിൻ്റെ ഈ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫുഡ് വ്ളോഗിങ്ങിലേക്ക് ഒരുപാട് പേര് വന്നു. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം ആൾക്കാരുള്ള പോലെ തന്നെ ഇതിനകത്ത് ഇപ്പോൾ കുറേ ആൾക്കാർക്ക് മനസ്സിലായി ഇത് ഇത്രയും പൈസ കിട്ടുന്ന പരിപാടിയാണ്. ആദ്യമൊക്കെ ഞാനൊക്കെ ഫുഡ് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് കുറേ പേര് ഈയൊക്കെ ഇങ്ങനെ പോയി കഴിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് പുച്ഛിച്ച ആൾക്കാർ പിന്നീട് നോക്കിയപ്പോഴേക്കും നമ്മൾ നല്ല ക്യാമറ വാങ്ങുന്നു, നമ്മൾ അങ്ങനെ പല 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 കാര്യങ്ങൾ വരുന്നു, പൈസ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായപ്പോഴേക്കും, അതായത് വ്യൂവർഷിപ്പിന് പൈസ കിട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ, വ്യൂവർഷിപ്പിന് പൈസ കിട്ടുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോഴേക്കും ഇവർക്ക് ഈ കുറ്റം പറഞ്ഞ ആൾക്കാർ വരെ ചാനൽ തുടങ്ങാൻ തുടങ്ങി. മനസ്സിലായില്ലേ? അവർ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ രീതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടിയാൽ മതി, എന്തും തള്ളി അങ്ങോട്ട് വിടും എന്നുള്ളൊരവസ്ഥയാണ്. ചിലവരുണ്ട് കേട്ടോ, ഞാൻ എല്ലാവരെയും പറയുന്നത്, ചിലവരുണ്ട്, അതായത് ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളത് ചാനലിൽ കാണിക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് കുറച്ചെങ്കിലും ബഹുമാനമുണ്ട്. ചില ആൾക്കാരുണ്ട്, അവരെന്ന് വെച്ചാൽ അവർക്കറിയാം ഈവൻ ഇവർ കഴിക്കാൻ പോകുന്നിടത്ത് എന്നിട്ട് അവർ ഭയങ്കരമായിട്ട് വായ്ത്താളം അടിക്കും, അതിങ്ങനെയാണ് അങ്ങനെയാണ്, അത് ഭയങ്കര ക്രിറ്റിസിസം ആയിരിക്കും. എന്നിട്ട് ചാനൽ വന്നിട്ട് എല്ലാം സൂപ്പർ. കാരണം എന്താ? പൈസ മേടിച്ചിട്ടുണ്ട്. പറയാനുള്ളതൊക്കെ അവിടെ പറഞ്ഞിട്ട് അവരെ ചവിട്ടി താത്തി 20 ആക്കിയിട്ട് പിന്നെ വീഡിയോയിൽ വന്നിട്ട് ഇരുന്ന് തള്ളും, വേറെ ലെവലാണെന്ന് പറയാം. കാരണം എന്താ? പൈസ മേടിച്ചിട്ടുണ്ടേ. അത് കൊണ്ട് വീഡിയോയിൽ വന്നിട്ട് അതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ചില ആൾക്കാരുണ്ട്, അതായത് എന്തായാലും കുഴപ്പമില്ല, പൈസ കിട്ടിയാൽ മതി എന്നുള്ളത്. എന്ത് തീട്ട വേണമെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക, ഒരു പ്രശ്നമില്ല. എൻ്റെ ചാനലിൽ ഞാൻ എന്ത് വീഡിയോകൾ ഇട്ടോളാം, പൈസ കിട്ടിയാൽ മതി. അവർക്ക് വേറെ ഒരു കമ്മിറ്റ്മെൻറ്റ്സും ഇല്ല, പൈസ മാത്രം. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഈ കൂട്ടത്തിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് ഫുഡ് വ്ളോഗറിനാണ് വിളിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ എനിക്കപ്പോൾ ആ ഭാഗവാൻ താല്പര്യം ഉണ്ടായില്ല. അങ്ങനെയാണ് എനിക്ക് ആ ടാഗ് വേണ്ടാന്ന് ഞാൻ ഉപേക്ഷിച്ച് ആ പരിപാടി നിർത്തിയത്. എൻ്റെ ചാനലിൻ്റെ പേര് വരെ ഞാൻ മാറ്റിയത് അങ്ങനെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാവാൻ താല്പര്യമില്ല എന്നുള്ള ഒരു അവസ്ഥയായി. ഇപ്പോൾ സിനിമയുടെ അഭിപ്രായത്തിൻ്റെ കേസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ ആ ഒരു മേഖലയെ പറ്റി സംസാരിക്കും ഞാൻ ലേറ്റർ ഇൻ ദ വീഡിയോ. അപ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഫുഡിൻ്റെ കേസ് ഇങ്ങനെയായി മാറി. അതായത് ഒരുപാട് പ്രമുഖ പേജുകളൊക്കെ പണ്ടൊക്കെ റീപോസ്റ്റ് പേജുകളായിരുന്നു. അവരുടെ സ്വന്തം കണ്ടൻറ്റ് പോലും ഇല്ല, വല്ലവൻ്റെയും കണ്ടൻറ്റ് ചുമ്മാ റീപോസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേജുകളുണ്ട്. അവരൊക്കെ ഇപ്പോൾ വലിയ വലിയ പേജസും വലിയ ഇൻഫ്ലുവൻസേഴ്സുമാണ്. അതിൽ ചിലവരുണ്ട് കേട്ടോ നല്ലത്, ഇപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ തിരുത്തി മര്യാദക്ക് സ്വന്തം കോണ്ടൻറ്റും റിസർച്ചും ചെയ്ത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നവരുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചില ആളുകൾ കമ്മ്യൂണിറ്റി ആയിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് മറ്റുള്ളവരുടെ എന്താ പറയുക കഷ്ടപ്പാടും അവരുടെ പൈസയും എടുത്തിട്ട് ഇവരുടെ പേജിൽ ഇട്ടിട്ട് ചെയ്യുന്ന ടീമുകളുണ്ട്. അതായത് ഇപ്പോൾ അതിപ്പോൾ എങ്ങനെ മനസ്സിലാക്കി തരണമെന്ന് എനിക്കറിയില്ല. അതായത് നിങ്ങൾ പൈസ കൊടുത്ത് പോയി എവിടെയെങ്കിലും കഴിക്കും, എന്നിട്ട് നിങ്ങളതിനെപ്പറ്റി ആ പേജിൽ പോയി എഴുതും, അവരത് വിറ്റ് പൈസ ഉണ്ടാക്കും, നിങ്ങളത് അറിയുന്നില്ല. അങ്ങനത്തെ പരിപാടി നടക്കുന്നുണ്ട്. അതായത് ഇവരുടെ ആൾക്കാരാണ് നിങ്ങളുടെ രീതിയിലാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത്. അത് റെസ്റ്റോറൻറ്റുകാർ അങ്ങനെ വിചാരിക്കുകയും ചെയ്യും. കാരണം എന്താ, ഇതെല്ലാം വരുന്നത്, ഈ റിവ്യൂസ് വരുന്നതോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വരുന്നത് ഇന്ന പേജിലാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഓണേഴ്സായിട്ടുള്ള ആൾക്കാർ നോക്കുമ്പോഴേക്കും അവരോട് പറഞ്ഞ പോലെ 50 റിവ്യൂ അല്ലെങ്കിൽ 40 റിവ്യൂ അല്ലെങ്കിൽ കുറേ റിവ്യൂസ് ഒരാഴ്ചയിൽ ഇത്ര റിവ്യൂസ് അതിനകത്ത് വരുന്നുണ്ട്, നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പാക്കേജ് രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ ഇത്രയും പൈസ തരൂ, ഇത്ര ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇത്ര റിവ്യൂസ് അല്ലെങ്കിൽ ഇത്ര പോസ്റ്റുകൾ ഇത്ര ഇമേജസ് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കും എന്നുള്ളത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ വിൽക്കുകയാണ് ചില പേജുകൾ. മനസ്സിലായ? അത് ഏത് പേജാണെന്ന് ഞാൻ പറയാനുള്ള, നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണെന്നുള്ളത്. അവസാനം എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോളോവേഴ്സിൻ്റെ കൗണ്ട് മാത്രമായി ഓരോരുത്തരുടെ ക്രൈറ്റീരിയ. പല സ്ഥലങ്ങളിൽ ക്ഷണിക്കപ്പെടുന്ന കാര്യമായിക്കോട്ടെ, ബ്രാൻഡിൻ്റെ സൈഡ് നോക്കി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ റീച്ച് വേണം. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, കൂടുതൽ ഫോളോവേഴ്സുള്ള മാത്രം ക്ഷണിക്കും. അതിപ്പോൾ ജെന്യുവിൻ ഫോളോവേഴ്സ് ആണോ, അവരുടെ പേജിൻ്റെ ക്വാളിറ്റി എന്താണോ, ഒന്നും ചെക്ക് ചെയ്യാത്ത അവസ്ഥയിലേക്ക് വന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിനോട് മടുപ്പായിട്ട് നമ്മൾ ഈ പരിപാടി നിർത്തിയത്. പിന്നെ ആരോഗ്യപരമായിട്ടും എല്ലാ ദിവസവും പുറത്തുനിന്ന് ഫുഡ് ഇത്രയും വർഷങ്ങളായിട്ട് കഴിച്ചതിൻ്റെ ബുദ്ധിമുട്ട് വേറെ.
അപ്പോൾ മൊത്തത്തിൽ എനിക്കിതിനോട് മടുപ്പ് തോന്നിയിട്ടാണ് ഞാൻ എൻ്റെ മറ്റിഷ്ടങ്ങളായിട്ടുള്ള സിനിമ ആയിക്കോട്ടെ, ഗെയിമിൻ്റെ കാര്യങ്ങളാവട്ടെ ഇതിലേക്ക് മാറിയത്. ഗെയിം ഇതുവരെ എനിക്ക് മര്യാദക്ക് തുടർന്ന് പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അതിങ്ങനെ ഒരു ആഗ്രഹമായിട്ട് നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടായിട്ടും എനിക്ക് അതിനുള്ള ടൈം കിട്ടുന്നില്ല. ഇപ്പോൾ എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ്റെ ഡിവൈസോടുകൂടി എനിക്ക് ഭയങ്കര പാടാണ് ടൈം മാനേജിങ്. അപ്പോൾ എന്തായാലും ഫുഡിൻ്റെ ഒരവസ്ഥ ഇതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കാണുന്ന പല വീഡിയോസും ഫുഡിൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഫേക്ക് മാർക്കറ്റിംഗ് ഉണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ചില വീഡിയോസ് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നിയിട്ടുണ്ടാവും, ഇവർ പറയുന്നത് ഞാൻ അതുവഴി ജസ്റ്റ് പോയപ്പോൾ കയറിയ സ്പോട്ട് ഉണ്ടംപൊരിയാണ്. ഇത് ആ കടക്കാർ ഇവരെ ക്ഷണിക്കുമോ അല്ലെങ്കിൽ തിരിച്ച് അവർക്ക് മെസ്സേജ് അയച്ചിട്ട് ഞങ്ങളുടെ പേജുണ്ട് നിങ്ങളെ മാർക്കറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവരുടെ നിന്ന് പൈസയും മേടിച്ചിട്ട് ഇടുന്ന വീഡിയോ ആയിരിക്കും. പക്ഷേ വീഡിയോയിൽ അവർ ഭയങ്കര ആക്ടിങ് ആയിരിക്കും, ഓസ്കർ ലെവൽ പെർഫോമൻസ് ആയിരിക്കും. ചിലവർക്ക് മനസ്സിലാവും, ചിലവർക്ക് മനസ്സിലാവാത്ത പോലുമില്ല. ഞങ്ങൾ അതുവഴി പോയപ്പോഴേക്കും കയറി, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്, ഞങ്ങൾ 5 സ്ഥലം പരിചയപ്പെടുത്തി തരാം. ഒരു സ്ഥലവും ചിലപ്പോൾ അവർ അതുവഴി പോയപ്പോൾ കയറിയിട്ടുണ്ടാവുള്ളൂ, ബാക്കി 4 എണ്ണവും ചിലപ്പം പൈസ മേടിച്ചിട്ട് അതിനകത്തേക്ക് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇപ്പോൾ ചില വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബെസ്റ്റ് വെജ് റെസ്റ്റോറൻറ്റ്സ് ഇൻ കൊച്ചി. നിങ്ങൾ നോക്കുമ്പോൾ ബെസ്റ്റ് എന്ന് തോന്നുന്ന മെയിനായിട്ടുള്ള സ്ഥലങ്ങളൊന്നും അധികം ഉണ്ടാവില്ല. അതായത് ചിലപ്പോൾ ഇങ്ങനെയും ചെയ്യും ചിലവർ, ഭയങ്കര സ്മാർട്ടായിട്ടുള്ള കുറച്ച് ടീമുകളുണ്ട്. അവന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് 5ൽ 3 എണ്ണം ജെന്യൂനായിട്ട് ചെയ്യും, 2 എണ്ണം ഇവരുടെ ക്ലയൻസിനെ കുത്തിക്കയറ്റും. ഇതൊക്കെ ശരിക്കും നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ സംഭവത്തിൻ്റെ ഒരു അകത്തുള്ള ആളായതുകൊണ്ട് ഞാൻ ഈ നടക്കുന്ന പ്രോബ്ലംസ് എനിക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും, എനിക്കിത് കാണാൻ പറ്റും. അതുമാത്രമല്ല നിങ്ങൾക്കും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും, നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കടകളിൽ എല്ലായിടത്തും പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇത് എങ്ങനെ ഈ കട ഇതിനകത്ത് വന്നിട്ടേ, കാരണം അതിനേക്കാൾ ഡിസേർവിംഗ് ആയിട്ട് എന്തോരം വേറെ സംഭവങ്ങളുണ്ട്. അവാർഡ്സിൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ നടക്കുന്ന മിക്ക ഫുഡ് അവാർഡ്സ് അല്ലെങ്കിൽ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് അവാർഡ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടെ, ചില ലോക്കൽ ചാനൽസ് അവാർഡ് പോലെ തന്നെയാണ്. അതായത് അവർ പൈസ കൊടുക്കുന്നു, അവാർഡ് വാങ്ങുന്നു. ഇതൊന്നും പങ്കുചേരാത്ത ആൾക്കാർ അല്ലെങ്കിൽ അതിനകത്ത് രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാർ, രജിസ്ട്രേഷൻ ഫ്രീ അല്ല കേട്ടോ, പൈസ കൊടുക്കണം. ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരൊന്നും ആ ലിസ്റ്റിൽ പോലും വരില്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട പല ഫുഡ് ജോയിൻസും പല അവാർഡുകളൊന്നും കാണാത്തത്. ഇവിടെ നടക്കുന്ന എല്ലാ അവാർഡ്സിൻ്റെ അവസ്ഥ അതൊക്കെ തന്നെയാണ്, ഓൾമോസ്റ്റ് എല്ലാ അവാർഡ്സിൻ്റെ അവസ്ഥ. സത്യമായിട്ട് പറയാം നിങ്ങളോട്, ഞാൻ ഇതിലുള്ള അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് നിങ്ങളോട് ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾ വ്യൂവേഴ്സ് സത്യം പറഞ്ഞാൽ പറ്റിക്കപ്പെടുകയാണ്. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ സ്വന്തം പൈസ കൊടുത്ത് ഫുഡ് കഴിച്ച് അതിൻ്റെ ബില്ലും കാണിച്ച് കൃത്യമായിട്ട് എന്തൊക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഓണസ്റ്റായിട്ട് തുറന്നു പറയുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഈവൻ ബില്ല് പോലും ഫേക്ക് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അതായത് മോക്ക് ബില്ലെന്ന് പറയും, അല്ലെങ്കിൽ സാമ്പിൾ ബില്ല് കടയിൽ നിന്ന് എടുത്തിട്ട് അത് കാണിക്കുന്നവരുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോസ് ബില്ല് മാത്രമല്ല പേയ്മെൻറ്റ് ചെയ്യുന്നത് കൂടെ കാണിക്കുന്നത്. ചിലവർ അതിബുദ്ധിമാനായിട്ട് ടീമുണ്ട്, പേയ്മെൻറ്റും കൂടി ചെയ്യും. എന്താ, ഓൾറെഡി നല്ലൊരു വലിയൊരു 4 ഇരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടി പേയ്മെൻറ്റ് ഓൾറെഡി മേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് പേയ്മെൻറ്റ് അയച്ച് കാണിക്കുന്നത് എന്താ? ഇപ്പോൾ ഇത് പറയുമ്പോഴും ചില ആൾക്കാർ ഇനി ഈ ഐഡിയ യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയുള്ളവരെ പിടിക്കാനൊരു വഴി എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കാണിക്കാൻ പറയണം ബാങ്കിൻ്റെ. ഞാൻ അതും കാണിക്കാൻ തയ്യാറാണ്. എനിക്കൊരു റെസ്റ്റോറൻറ്റും കൂടെയൊക്കെ പൈസ അയച്ചു തന്നിട്ടില്ല, മനസ്സിലായ എൻ്റെ അക്കൗണ്ടിലേക്ക്. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്ന ആൾക്കാരോട് നിങ്ങൾ ഇത് ഈ പറഞ്ഞ സാധനങ്ങൾ ചോദിച്ചു നോക്കുക, അവരാരും തരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ വഴി കൂടെ പോയി എന്ന് പറഞ്ഞാൽ കട വഴി കൂടെ പോയതൊന്നും അല്ലായിരിക്കും, ഓൾറെഡി ഇൻവൈറ്റ് കിട്ടിയതോ അല്ലെങ്കിൽ പൈസ മേടിച്ചിട്ട് അതിൻ്റെ വീഡിയോ ചെയ്തിരിക്കുന്ന കടയായിരിക്കും. അപ്പോൾ വീഡിയോയിലുള്ള കോണ്ടൻറ്റ് പക്ക ഫേക്കാണ്. തെറ്റായ ഇൻഫർമേഷൻ പാസ് ചെയ്താണ് അത് മാർക്കറ്റ് ചെയ്യുന്നത്. തെറ്റായ മാർക്കറ്റിംഗ് ആണ് കൂടുതൽ ഇപ്പോൾ വീഡിയോസിലൊക്കെ നടക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നേ. അത്യാവശ്യം ബുദ്ധിയും ബോധമുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായ ഏതെങ്കിലും പേജസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു വ്ളോഗറിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പേജിനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും അടിയിൽ, ബാക്കിയുള്ളവരും കൂടി അറിയട്ടെ അത് ഏതാണ് പേജ് എന്നുള്ള. അവരും അതൊന്ന് എടുത്തു നോക്കിയിട്ട് അവരും അതിൻ്റെ അഭിപ്രായം പറയട്ടെ. ഞാൻ ഓപ്പൺ ചാലഞ്ച് ചെയ്യണതാണ്, ഇനി ഫുഡ് കഴിക്കാൻ പോകുമ്പോഴോ സിനിമ കാണാൻ പോകുമ്പോഴോ നിങ്ങളെടുത്ത ടിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചതിൻ്റെ ബില്ലും വിത്ത് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാണിക്കുക എന്നുള്ളത് ഞാൻ ചെയ്യാറുണ്ട്. എത്ര ക്രിയേറ്റേഴ്സ് അത് ചെയ്യും? മിക്കവരും ചെയ്യൂല. ഞാൻ ഇതിന് മുന്നേ വർഷങ്ങൾക്ക് മുന്നേ ഏകദേശം 3.5-4 വർഷം മുന്നേ ഞാൻ ഓപ്പൺ ചാലഞ്ച് ചെയ്തിട്ടുണ്ട്, അന്നും ഒരുത്തരും ചെയ്തില്ല. അതാണ് സത്യാവസ്ഥ. പല ഇവൻറ്റുകളുടെ കേസും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് അർഹതപ്പെടുന്ന ആൾക്കാർക്കൊന്നും ഇവൻറ്റിലേക്ക് ക്ഷണം കിട്ടൂല. അതിപ്പോൾ എന്ത് ഇവൻ്റ് ആയിക്കോട്ടെ, ഒരു മൂവിയുടെ പ്രിവ്യൂ തൊട്ട് ഒരു
റെസ്റ്റോറൻറ്റിൻ്റെ ഇനോഗ്രേഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രീ ഇവൻറ്റോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ലോഞ്ചോ എന്തോ ആയിക്കോട്ടെ, പണ്ടൊക്കെ ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഇൻവൈറ്റ് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പം ഫോളോവേഴ്സ് കൗണ്ട് കൂടുതലുള്ള എന്തും ഏതും സൂപ്പറാണെന്ന് മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒക്കെ കിട്ടുന്നുള്ളൂ. അത് എല്ലാ മേഖലയിലും ഇപ്പം അങ്ങനത്തെ അവസ്ഥയാണെന്നുള്ളതാണ്. അതും കറക്റ്റായിട്ടുള്ള പേജസിന് പോലും അല്ല ഇൻവൈറ്റ് കിട്ടുന്നത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ഒരു സെക്ഷനിൽ ഞാൻ പറയാം. അത് കറക്റ്റായിട്ട് അതിലാണ്. ഇപ്പം എന്തായാലും ഫുഡിൻ്റെ കേസ് ഇതാണ്. നിങ്ങൾ എടുത്ത് നോക്കിക്കോ. ഞാൻ പറയുന്നത് നിങ്ങൾ വെറുതെ എടുത്ത് വിശ്വസിക്കണ്ട, വെറുതെ എടുത്ത് എന്താ പറയുക, വെറുതെ വിഴുങ്ങണ്ട. നിങ്ങൾ തന്നെ ഒന്ന് കയറി ഓരോരുത്തരുടെ പേജ് നോക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ആൾക്കാരോട് നിങ്ങളൊന്ന് കയറിയിട്ട് നിങ്ങൾ ആ പറഞ്ഞ സംഭവത്തിൻ്റെ പ്രൂഫ് നോക്കി. ഇവർ തരൂല. കാരണം എന്താ, ഓൾറെഡി മാർക്കറ്റ് ചെയ്ത് പൈസ വാങ്ങി മാർക്കറ്റ് ചെയ്യുന്ന പരിപാടിയായിരിക്കും. ഇങ്ങനെ കുറേ പേജുകളുണ്ട്. ഇപ്പോൾ കണ്ടമാനുണ്ട്. ഇപ്പോൾ എനിക്കൊന്ന് ഭൂരിഭാഗവും പേജസ് ഇതാണ് ചെയ്യണം. കാരണം എന്താ, പുതിയ ജനറേഷനിലെ പിള്ളേർക്ക് പൈസ മാത്രമാണ്. പൈസ വേണ്ടാന്ന് ഞാൻ പറയുന്നത്. പക്ഷേ പൈസ വാങ്ങിയിട്ട് മറ്റുള്ളവരെ പറ്റിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ കോമൺ ആയിട്ട് നിങ്ങൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, ഏത് കാറ്റഗറിയിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ സോ കോൾ വ്ളോഗേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ബെറ്റിംഗ് ആപ്സ് പ്രൊമോട്ട് ചെയ്യുന്നതും ഈ പൈസ വെച്ചിട്ടുള്ള ചൂതാട്ട ടൈപ്പ് ഗെയിംസും പ്രൊമോട്ട് ചെയ്യുന്ന. എനിക്കുണ്ടല്ല ഡെയിലി, ഞാൻ വെറുതെ പറയുന്നില്ല, ഡെയിലി എനിക്ക് ഓരോരോ ഇങ്ങനത്തെ ആപ്സ് എന്നെ കോൺടാക്ട് ചെയ്യും. എനിക്ക് ഓഫർ ചെയ്യുന്ന എത്രയാണെന്ന് അറിയാമോ? 50,000 രൂപ തൊട്ട് 1.5 ലക്ഷം രൂപ വരെ ഒരു വീഡിയോ ഇടാൻ എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. 1.5 ലക്ഷം രൂപ. ഞാൻ യെസ് പറഞ്ഞാൽ അവർ അപ്പം തന്നെ പൈസ ഇട്ട് തരുന്ന ലക്ഷണമാണ്. എന്നോട് ഒരു ടീമിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനത്തെ സംഭവം പ്രൊമോട്ട് ചെയ്യില്ല. അപ്പോൾ എന്നോട് അവർ വാഗ്ദാനം ചെയ്തതിൻ്റെ വീണ്ടും ഒരു 20% കൂട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പം തന്നെ അത് ഇട്ട് തരാം, വീഡിയോ നിങ്ങൾ സൗകര്യം അനുസരിച്ചിട്ടാൽ മതി. വരുന്ന ഏതെങ്കിലും സിനിമയുടെ അഭിപ്രായത്തിൻ്റെ ഇടയിൽ ഒരു 30 സെക്കൻഡ് ഞങ്ങളൊരു വീഡിയോ തരും, അത് ഞാൻ നിങ്ങളുടെയിലേക്ക് കാണിച്ചു തരിക, ഞാൻ കളിച്ച് നേടിയാണെന്ന് പറയാം. ഇതാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ചെയ്തില്ല. ഞാൻ പറഞ്ഞു ചെയ്യത്തില്ല. ഈ ചാനലിൽ ഭക്ഷണത്തിൻ്റെ വീഡിയോസ് ആയിക്കോട്ടെ, സിനിമയുടെ വീഡിയോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബെറ്റിംഗ് ആപ്സ് ആയിക്കോട്ടെ, ഞാൻ എടുക്കില്ല. പ്രൊമോഷൻ ഞാൻ എടുക്കില്ല. സിനിമ ഞാൻ ടിക്കറ്റ് കൊടുത്ത് പൈസ കൊടുത്ത് ടിക്കറ്റ് വാങ്ങി ഞാൻ കാണുള്ളൂ. അതേപോലെ തന്നെ ഫുഡാണെങ്കിൽ ഭക്ഷണം കഴിച്ചതിൻ്റെ ബില്ലടച്ചിട്ട് ഞാൻ എവിടെയൊന്നും പോന്നിട്ടുള്ളൂ. ഒരു തീരുമാനം എടുത്താൽ പിന്നെ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ. അതുകൂടാതെ ബെറ്റിംഗ് ആപ്സ് ജന്മം ചെയ്ത് ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. ബെറ്റിംഗ് ഗെയിംസോ അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ട പൈസ വെച്ച് കളിക്കുന്ന ഒരു ഗെയിമോ, ഈവൻ എൻ്റെ ഇത്രയും വർഷത്തിൽ ഞാൻ ഒരൊറ്റ പബ്ജി ആയിക്കോട്ടെ, ഫ്രീ ഫയർ ആയിക്കോട്ടെ, വേറെ ഏത് ഗെയിം ആയിക്കോട്ടെ, ഒരു സ്കിന്നോ ഒരു സാധനം ഞാൻ പൈസ കൊടുത്ത് മേടിച്ചിട്ടില്ല. വാങ്ങില്ല ഞാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഒരു തവണ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു അഡിക്ഷനായി മാറും. പിന്നെ അത് വേണം ഇത് വേണം. കാരണം മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് ഉണ്ടല്ലോ ലിമിറ്റില്ല. അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. നമുക്കിപ്പോൾ ഒരു എയിമുണ്ട്, ഇന്ന സാധനം വാങ്ങണമെങ്കിൽ അത് വാങ്ങിക്കുമ്പോൾ അടുത്ത പുതിയ എയിം വരും. അപ്പോൾ അതുപോലെ ഞാൻ ഇക്കാര്യത്തിൽ ഒരു സ്കിൻ കിട്ടിക്കഴിഞ്ഞിട്ട് വേറെ കാണുമ്പോൾ അത് വാങ്ങണം എന്നുള്ളൊരു സംഭവം വരും. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യത്തുമില്ല. അതുമാത്രമല്ല, ഇത് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഞാൻ പല കാര്യങ്ങളും ചിലപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയും കണ്ടൊക്കെയായിരിക്കും ചെയ്യുന്നത്. ചില ആൾക്കാർ ഇതൊന്നുമില്ല, ഞാൻ കാണിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിയേറ്റർ ആണെങ്കിൽ ഒറ്റ കാരണം കൊണ്ട് ബ്ലൈൻഡായിട്ട് പോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും. ഈവൻ ഞാനിവിടെ പല മൊബൈലുകളോ കാര്യങ്ങളോ സംഭവങ്ങളൊക്കെ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് കാണിക്കുമ്പോഴേക്കും അത് വേണ്ടതാണോ എന്ന് പോലും അറിയാതെ വെറുതെ വാങ്ങുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ജസ്റ്റ് ഓഫർ കിട്ടുന്ന കണ്ടിട്ട് അത് ജെന്വിൻ സെല്ലറാണോ, അല്ലെങ്കിൽ അത് ആമസോൺ ഫുൾഫിൽഡ് ആണോ, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് അഷ്യോർഡ് ആണോ, ഒന്നും നോക്കാതെ ബ്ലൈൻഡായിട്ട് വാങ്ങിയിട്ട് പണി മേടിക്കുന്നവരും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് പല കാര്യങ്ങളും ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഓരോന്നെ 1, 2 അല്ല 3, 4 അല്ല 10 തവണ ചിന്തിച്ചിട്ടാണെങ്കിൽ ചെയ്യാൻ പറയുന്നത്. പിന്നെ ഞാൻ എൻ്റെ ചാനലിലൂടെ ഇങ്ങനത്തെ ചൂതാട്ട പരിപാടികൾ ഒരു കേസ് ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ബ്രാൻഡിനെ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്ത് പരിചയമുള്ള എന്തെങ്കിലും സാധനമെങ്കിൽ മാത്രമേ കാണിക്കത്തുള്ളൂ. കാരണം ഇപ്പോൾ എന്നോട് ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ മറ്റേ ഷാമ്പു പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഈസി ആയിട്ട് വരും, കാരണം അത് യൂസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതുമാത്രമല്ല, ഇപ്പോൾ ബൈജൂസ് ആപ്പിൻ്റെ കേസ് എടുത്ത് നോക്കുക. അത് പ്രൊമോട്ട് ചെയ്ത ആൾക്കാർക്ക് പെട്ട്. കാരണം എന്താ, ആപ്പ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് മൊത്തം ഇടിഞ്ഞ് തകർന്ന് ഇപ്പോൾ കമ്പനി ഇല്ലാണ്ടായിപ്പോയി. ആ കേസിൽ നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കമ്പനി കുത്തനെ ഇടിഞ്ഞ് ഇല്ലാണ്ടായി പോകുന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നില്ല. അതുപോലെയല്ല അറിഞ്ഞുകൊണ്ട് ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ടുള്ള സാധനം. ഇപ്പോൾ ഈ പറഞ്ഞ ബെറ്റിംഗ് ആപ്സ് അതൊക്കെ
അറിയാം. എടുത്ത് ജസ്റ്റ് നെറ്റ് സെർച്ച് ചെയ്ത ഫസ്റ്റ് റിസൾട്ട് കഴിഞ്ഞാൽ അത് ഫ്രോഡാണെന്നുള്ളതായിരിക്കും. എന്നിട്ടും അവർ പൈസ ഓഫർ ചെയ്യണ റീസൺ കൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്ന പല ആൾക്കാരും എനിക്ക് ഇപ്പോഴും അറിയാം. ഈവൻ ഈ അടുത്ത് അവരുടെ ചാനലുകൾ എടുത്ത് കളഞ്ഞിട്ട് പോലും, ഇൻസ്റ്റാഗ്രാം പേജസൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പോലും വീണ്ടും വാട്സാപ്പ് ചാനലും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ വഴി ഒരുപാട് തട്ടിപ്പ് നടത്തുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സിനെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയാം, തന്നെ ആൾക്കാരെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഇവരുടെയൊക്കെ അവർ എക്സ്പോസ്ഡ് ആവട്ടെ എന്നേ, ഇവരെല്ലാവരും എക്സ്പോസ്ഡ് ആവണം. ആൾക്കാരുടെ പൈസ നശിപ്പിച്ച് കളയുന്ന, അതും അറിഞ്ഞുകൊണ്ട് അവരെ കൊണ്ടേ കെണിയിൽ വീഴുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും എക്സ്പോസ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ജനങ്ങളായ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റേഴ്സായ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം എന്താ പറയട്ടെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ തന്നെ ടേക്ക് ഡൗൺ ചെയ്ത് കളയും, നമുക്കെതിരെ കേസ് മറ്റേ മറിച്ചൊക്കെ വരും. അതുപോലെ എല്ലാം മാസമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു വലിയ വിഭാഗം ആൾക്കാർ അതിനെപ്പറ്റി വിത്ത് പ്രൂഫ് കമൻറ്റ് ചെയ്യുന്നത് നിങ്ങളാർക്കും ടേക്ക് ഡൗൺ ചെയ്ത് കളയാൻ പറ്റില്ല. എന്നിട്ടും ചെയ്യുന്ന പരിപാടിയുണ്ട്, ചിലവരുടെ കമൻസൊക്കെ ഫ്ലാഗ് ചെയ്ത് കളയും, മനസ്സിലായില്ലേ? അപ്പോൾ കുറേ കേസുണ്ട് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ ജനങ്ങൾ കാണുന്ന വ്യൂവേഴ്സിന് ഈ സാധനങ്ങളൊക്കെ ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാൻ പറ്റും, ഇവരെയൊക്കെ നിലക്ക് നിർത്താൻ പറ്റും. അതും നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇതാണ് ഫുഡ് ഇൻഡസ്ട്രിയിലെ പല കാര്യങ്ങളും, ഈ ആപ്പ് പരിപാടി, ഈ സംഭവത്തിൻ്റെ കേസ് പറയുന്നത്. ഇതേപോലെ തന്നെ സിനിമയുടെ കേസ് എടുത്ത് നോക്ക്. ഒരു സത്യമായ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. പണ്ടൊക്കെ ഞാൻ വനിതയിൽ സിനിമ കാണാൻ പോകുമ്പോൾ ഞങ്ങൾ ജെനുവിനായിട്ടുള്ള സിനിമ ഇഷ്ടപ്പെടുന്ന, സിനിമാ ഭ്രാന്തന്മാരായിട്ടുള്ള, സിനിമ ബഫ്സായിട്ടുള്ള, അല്ലെങ്കിൽ സിനിമയോട് കടുത്ത ആരാധനയുള്ള ആൾക്കാരാണ് അവിടെ സിനിമ കാണാൻ ആദ്യത്തെ ദിവസം ഓടിപ്പിടിച്ച് കഴിഞ്ഞത്. ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ മാർക്കറ്റിംഗ് ടീമും ഈ സിനിമാക്കാരുടെ തന്നെ ലോബിയും സിനിമാക്കാരുടെ കാസ്റ്റ് ആൻഡ് ക്രൂവും ആണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. തിയേറ്ററുകാരെ സംബന്ധിച്ച് അവരെ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല, അവരും കസ്റ്റമറാണ്. ഇവരെല്ലാവരും ടിക്കറ്റ് ബൾക്കായിട്ട്, ഇപ്പോൾ ഒരു തിയേറ്ററിനകത്ത് 200 സീറ്റുണ്ടെങ്കിൽ 200 സീറ്റും മുഴുവനായിട്ട് വാങ്ങിയാണ് അവരവിടെ കയറിയിരിക്കുന്നത്. അപ്പോൾ തിയേറ്ററുകാരെ ആലോചിക്കുമ്പോഴേക്കും അവർക്ക് കൊടുത്ത എല്ലാ സീറ്റും അവർ വാങ്ങിക്കൊണ്ട് പോകും. സാധാരണ ജനങ്ങൾ വന്നാൽ ചിലപ്പോൾ ആ സിനിമ അത്ര ഹൈപ്പൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 10 ടിക്കറ്റ് വിറ്റ് പോകും. അതുകൊണ്ട് സിനിമ കൊട്ടക നടത്തുന്ന, അല്ലെങ്കിൽ സിനിമ തിയേറ്റേഴ്സ് നടത്തുന്ന ആൾക്കാരെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല ആ കേസിൽ. ലിൻഡോ ചേട്ടനെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ലിൻഡോ ചേട്ടൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ആലോചിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് നഷ്ടം വരുന്ന ഒരു പരിപാടിയും എനിക്ക് പുള്ളിയെ സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം സിനിമ തിയേറ്റേഴ്സ് അല്ലെങ്കിൽ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പല അവസരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കുറേ തിയേറ്റർ അറിയാം. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് അവരെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇത് മുതലെടുക്കുന്ന ഒരുപാട് സിനിമാക്കാരും സിനിമ ആയിട്ട് ബന്ധപ്പെട്ടുള്ള മീഡിയ ടീംസും ഒക്കെ ഉണ്ട്. ഇവർ ചെയ്യുന്ന പരിപാടി ഞാൻ കണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു തരട്ടെ. ഒന്ന്, ഇവരുടെ ആൾക്കാരെ വെച്ചിട്ട് മാത്രം ഷോ നടത്തും. ഫസ്റ്റ് ഷോ, അത് മോർണിംഗ് ഷോ ആയിരിക്കും അത്. എന്നിട്ട് ഇത് സാധാരണ ആൾക്കാരാണെന്നുള്ള ഒരു മിഥ്യാ രീതിയിൽ മൈക്കിൻ്റെ ഫ്രണ്ടിൽ ഇവരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് സാധാരണ ജനങ്ങളെപ്പോലെ അഭിപ്രായങ്ങൾ പറയും. ഇത് കാണുന്ന പ്രേക്ഷകർ നോക്കുമ്പോഴേക്കും ചില ആൾക്കാർ, ഞാൻ എല്ലാവരെയും പറയുന്നില്ല, കുറേ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. ചില ആൾക്കാർ വിചാരിക്കും ഇത് ജെന്യുവൻ അഭിപ്രായം എന്ന് വിചാരിച്ച് അവർ പോയിട്ട് അവസാനം ഇവരുടെ പൈസ പോകും. ചിലപ്പോൾ വളരെ മോശം പടമായിരിക്കും. നല്ല സിനിമകളുടെ കേസ് പോട്ടെ, നല്ല അനുഭവം ഉണ്ടായ ആർക്കും ദോഷമില്ല എന്ന് പറയാം. അതുപോലെയല്ല, എന്ത് കച്ചറ വയറിളകി വരുന്ന സിനിമയാണെങ്കിലും സൂപ്പറാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പൈസ വാങ്ങി പ്രൊമോട്ട് ചെയ്യുന്ന പേജസ് ചെയ്യണം. എന്നിട്ട് അവസാനം സിനിമ എങ്ങാനും പൊട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു പറയട്ടെ, ജെന്യുവനായിട്ട് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം വന്ന് അതാത് അവരവരുടെ ചാനലിൽ ചെയ്യുന്ന എന്നെ പോലുള്ള ആൾക്കാരുടെ തലയിലേക്ക് കുറ്റെടുത്തിടും. ഞങ്ങൾ കാരണമാണ് സിനിമ പൊട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊന്നുമല്ല കാരണം. എന്നിട്ട് നമ്മളെ മറ്റേ ചെണ്ടയായിട്ട് പ്രഖ്യാപിക്കും. നമ്മുടെ നെഞ്ചത്തേക്ക് എല്ലാവർക്കും വന്ന് കൊട്ടാന്നുള്ള രീതിയിൽ. ശരിക്കും ചെയ്യുന്നത് ആരാണ്? ഇവന്മാരായിരിക്കും എല്ലാ ഉടായ്പും കാണിക്കുന്നത്. ഇവന്മാരായിരിക്കും ഇത് റോങ് ആയിട്ട് മാർക്കറ്റ് ചെയ്യുന്നത്. ഇവന്മാരായിരിക്കും വളരെ മോശമായിട്ടുള്ള ഒരു സിനിമയെ ചിലപ്പോൾ വേറെ ലെവലിനൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് ആൾക്കാരെ തിയേറ്ററിൽ എത്തിക്കുകയും അവർ കയറി കണ്ടിട്ട് അവർക്ക് മടുത്തു പോകുന്നത്. അതുകൊണ്ട് എന്ത് ദൂഷ്യം ഉണ്ടാകുമെന്ന് അറിയാമോ? അടുത്ത തവണ ഒരു നല്ല സിനിമ വരുമ്പോൾ അത് നല്ലതാണെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഡൗട്ടായിരിക്കും, വിശ്വാസം ഉണ്ടാവില്ല പോകാൻ. അവസാനം പോവില്ല, നല്ല സിനിമയൊക്കെ ഓടാതെ പോകുന്ന അവസ്ഥ അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ പണ്ടൊന്നും അങ്ങനെ വളരെ റെയറായിട്ട് ഒരു നല്ല സിനിമ ഓടാതിരിക്കുന്ന അവസരം വരുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഈ ഫോൾസ് മാർക്കറ്റിംഗ് കാരണം മിക്ക നല്ല പടങ്ങൾ പോലും ആളില്ല. കാരണം ആൾക്കാർക്ക് വിശ്വാസമില്ല. ആൾക്കാർക്ക് ഒരു പടം നല്ലതെന്നൊന്ന് പറയുമ്പോഴേക്കും ആൾക്കാർക്ക് വിശ്വാസമില്ല. അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തിച്ച് ഇവർ. ഇതൊക്കെ കൂടാണ്ട് ഇവരുടെ ഈ കാട്ടായം നിങ്ങൾ കാണുന്നതാണല്ലോ. ഇവരുടെ കേസ് തന്നെ എടുത്തു നോക്കുക. അവിടെ വരുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസിന് ഭയങ്കര മടിയാണ് അവിടെ വരാൻ. കാരണം ഫാമിലി ഓഡിയൻസും പോട്ടെ, സിനിമ നടിമാർക്ക് കംഫർട്ടബിൾ അല്ല അവിടെ വരാൻ. കാരണം എന്താ, അത് തിയേറ്ററിൻ്റെ കുഴപ്പം കൊണ്ടല്ല. തിയേറ്ററിൻ്റെ ക്വാളിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അഫോർഡബിൾ പ്രൈസിങ്ങിൽ നല്ല സീറ്റ്സും അടിപൊളി പ്രൊജക്ഷനും സൗണ്ടും ക്വാളിറ്റി എല്ലാം നൽകുന്നുണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള ഫുഡ് വരെ നൽകുന്നുണ്ട്. പക്ഷേ എന്നിട്ടും
ആൾക്കാർക്ക് അവിടെ വരാൻ മടി. റീസൺ എന്താ? അവിടെ വരുന്ന മറ്റുള്ള ഇതുപോലെയുള്ള മാർക്കറ്റിംഗ് പരമായിട്ടുള്ള ഓഡിയൻസിനെ കൊണ്ട് ശല്യമാണ്. ഇവന്മാരവിടെ വന്നിട്ടുള്ള പേക്കൂത്തും അടി ഇടി ബഹളം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തല്ല് തെറി വിളി ബഹളം, കോപ്രായം കാണിക്കൽ, മറ്റേ മറിച്ചൊക്കെ ആയിട്ട് എല്ലാവർക്കും അങ്ങോട്ട് വരാൻ മടിയാണ്. ഇതിൻ്റെ ഇടയിൽ വേറെ 2-3 ആൾക്കാരുണ്ട് ജെന്യുവിനായിട്ട് കോസ്പ്ലെയർ എന്നുള്ള രീതിയിൽ വരുന്ന കുറച്ച് ടീമുകൾ. അവന്മാർ ആർക്കും ഒരു ദൂഷ്യം ഉണ്ടാക്കാറില്ല കേട്ടോ, ഒരു മനുഷ്യനൊരു ദൂഷ്യം ഉണ്ടാക്കാറില്ല. പക്ഷേ അവന്മാർക്ക് പോലും ഇപ്പോൾ ചീത്തപ്പേരാണ്. അതായത് മറ്റേ നേരത്തെ ഞാൻ ഫുഡ് ബ്ലോഗിങ്ങിൻ്റെ കേസ് പറഞ്ഞ പോലെയാണ്, ഇവന്മാർ ജെന്യുവിനായിട്ട് കോസ്പ്ലേ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും മറ്റേ ഈ സിനിമ ഇറങ്ങുമ്പോഴേക്കും അവൻ കോസ്പ്ലേ ചെയ്ത് വന്ന് പുതിയ മാണം വന്ന് ഈ രീതിയിലാണ് പറയണത്. അവൻ ചിലപ്പോൾ വെറും പാവമായിരിക്കും, ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഈ ബാക്കിയുള്ള ഓരോ അണ്ണന്മാരും ഓരോ ഞാൻ പറഞ്ഞ കൂടി പോകുന്നമാർ കാരണമാണ് ഈ ജെന്യുവിനായിട്ട് ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് വരെ വളരെ മോശപ്പേര് വരും. ഇപ്പം എങ്ങാലും വല്ല മാർവൽ സിനിമ വന്നു, അല്ലെങ്കിൽ ഡെഡ്പൂളിൽ അടുത്ത പടം വന്നാൽ ഡെഡ്പൂളായിട്ട് കോസ്പ്ലേ ചെയ്ത് വരുത്താൻ വന്നാൽ അവന് വരെ കിട്ടും റോക്കറ്റ് എന്നുള്ള പേര്. കാരണം എന്താ? അവൻ ജെന്യുവിനായിട്ട് വരുന്നവനായിരിക്കും. എന്നാൽ പോലും ഇങ്ങനെ കുറേ ആൾക്കാർ ഇതുപോലെ വെറുപ്പിച്ചേക്കണമുണ്ട്, മെനക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വരെ ചീത്തപ്പേരെന്നുള്ള അവസ്ഥയാണ്. ജെന്യുവിനായിട്ട് ഡീസൻ്റായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വരെ മോശപ്പേര് വരുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നേക്കണം. സിനിമയുടെ വേറെ കുറച്ച് വശങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ബുക്കിങ്ങിൻ്റെ കേസ്, ഞാൻ ഒരുപാട് സിനിമകൾക്ക് പല തിയേറ്റേഴ്സിൽ ചെല്ലുമ്പോണ്ടല്ല, ഞാൻ ടിക്കറ്റ് എടുക്കാൻ നോക്കുമ്പോൾ സെൻറ്റർ സീറ്റാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യണത്. ഏതൊരു തിയേറ്റർ ആയാലും സെൻറ്റർ സീറ്റ് നോക്കുമ്പോൾ ഒന്നും കിട്ടില്ല, അത് ബുക്ക്ഡാന്ന് പറയും. അവസാനം ചെന്ന് നോക്കുമ്പോൾ എന്താ കോമഡി എന്താ, ഇതൊന്നും ആളുണ്ടാവില്ല, ബുക്ക്ഡാണെന്ന് പറഞ്ഞ രീതി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ചെല്ലുമ്പോൾ ബുക്ക്ഡല്ല. ചിലപ്പോൾ ചില തിയേറ്ററുകാർ ഈ ഊളത്തരം കാണിക്കും. അത് ഏത് തിയേറ്ററാണെന്ന് ഞാൻ പറയാനുള്ള, അങ്ങ് തെക്കുള്ള കുറച്ച് തിയേറ്റേഴ്സിലെ ആൾക്കാർ ചെയ്യുന്ന പരിപാടിയുണ്ട്. അവർക്കവിടെ ഒടുക്കത്തെ ബുക്കിംഗ് ആണെന്ന് കാണിക്കാൻ വേണ്ടി കൊള്ളത്തരം കാണിക്കും. കുറേ സീറ്റ് വെറുതെ അങ്ങോട്ട് ബുക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്തിടും. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഒടുക്കത്തെ ബുക്കിംഗ് ആണ്. എന്നിട്ട് അവർ പറയും വളരെ അധികം ബുക്കിംഗ് ഉണ്ട്, അതുകൊണ്ട് സർജ് പ്രൈസിങ് എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റിൻ്റെ റേറ്റ് കൂട്ടി വിടും. അതുപോലെ സെൻട്രൽ സീറ്റിൽ വേറെ പൈസ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ ഉടായ്പ നടക്കുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ ഓരോ തിയേറ്ററുകാർ വേറെ തിയേറ്ററുകാർക്ക് പണി കൊടുക്കുന്ന പരിപാടിയുണ്ട്. ഇത് ഇന്ന് തന്നെ കാസർഗോഡിലുണ്ടായ ഒരു സംഭവം, ഇന്നലെ ഉണ്ടായ സംഭവം ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. പോലീസ് ഇടപെട്ട് നോക്കി കാര്യങ്ങൾ എന്തായാലും പറയണത്, എന്തോ ഒരു മാസം എന്തോ എടുത്തിട്ട് കാര്യങ്ങൾ മൊത്തം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിയേറ്ററിൻ്റെ ഓണർ വേറൊരു തിയേറ്ററിന് പണി കൊടുത്താണ്. കാരണം എന്താ, രണ്ടിടത്ത് ഒരേ സിനിമ കളിക്കുന്നതാണ്. അപ്പം മറ്റേ തിയേറ്ററിൽ അധികം ആൾ വരാതിരിക്കാൻ വേണ്ടി, എല്ലാവരും ഇങ്ങോട്ട് വരാൻ വേണ്ടി അവിടുത്തെ സീറ്റൊക്കെ ഇങ്ങനെ കിടന്ന് ബ്ലോക്ക് ചെയ്ത് ഇല്ലാണ്ടാക്കും. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോഴേക്കും അവർക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല, അവിടെ ടിക്കറ്റ് ഇട്ടലാന്ന് പറഞ്ഞ് ഇപ്പുറത്തെ തിയേറ്ററിലേക്ക് പോകും. ഇമാതിരി ഉടായ്പാണ് ഇവിടെ നടക്കുന്നത്. ഇങ്ങനെ ഇഷ്ടം പോലെ, ഇതൊക്കെ ചെറിയ ഐറ്റം എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ കുറേ ഉണ്ടാവും. ഇതുപോലെ ഇഷ്ടം പോലെ ഉടായ്പ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടമാനം ഉടായ്പ നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഉടായ്പ നടക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള മാർക്കറ്റിങ്ങിലാണെന്ന് പറയേണ്ടി വരും. ഇതേപോലെ വേറെ കുറേ ഉടായ്പകളുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയാലല്ലേ അതാരാണ് ആ ഇഷ്യൂ ഉണ്ടാക്കിയത്, ഏത് സിനിമയുടെ ആൾക്കാരാണെന്നും പറഞ്ഞ് നെഗറ്റീവ് പബ്ലിസിറ്റി നേടാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ മനഃപൂർവ്വം ഇഷ്യൂ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ്, നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ എനി പബ്ലിസിറ്റി ഇസ് ഗുഡ് പബ്ലിസിറ്റി എന്നുള്ള വിശ്വസിക്കുന്ന രീതിയിലുള്ള കുറേ ടീമുകൾ അങ്ങനെയും കുറേ ഇഷ്യൂസ് ഉണ്ടാകും. ഒരിടയ്ക്ക് അത് ഇൻ്റർവ്യൂ കിടന്നായിരുന്നു, ഇപ്പം സിനിമ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ കിടന്നിട്ടാണ് ഈ പരിപാടി കാണിക്കുന്നത്. അങ്ങനെ കുറേ ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ വന്നേ പിന്നെ ഈ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സാധനമാണ് ഏറ്റവും കൂടുതൽ ഫേക്കായിട്ട് കൊണ്ടിരിക്കുന്നത്. ഈ മാർക്കറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫേക്കായിട്ടുള്ള ഭൂരിഭാഗം ഇൻഫ്ലുവൻസേഴ്സും ഇതിന് കാരണമാണ്. അതായത് പണ്ടൊക്കെ ചില ഇൻഫ്ലുവൻസേഴ്സ് ഭയങ്കര ഓണസ്റ്റായിട്ട് ചെയ്തിരുന്ന ആൾക്കാർ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ നോക്കുമ്പോഴേക്കും അവരുടെ ആ സംഭവം കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് വേറെ ലെവൽ പൈസയും വേറെ ആർഭാട ജീവിതമാണ്. ഇത് കണ്ടിട്ട് ഈ ആർഭാട ജീവിതം വേണമെന്നും പറഞ്ഞുള്ള രീതിയിൽ ഇത് മാത്രം ചെയ്തുകൊണ്ട് വരുന്ന പുതിയ തലമുറയിലെ കുറേ ടീമുകളുണ്ട്. ഇതെല്ലാം കൂടി കൊണ്ടിട്ട് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് പൈസ കൊണ്ടുപോയി തുലയ്ക്കണ അവസ്ഥയാണ്. എൻ്റെ എന്തോരം പൈസ പോയിട്ടുണ്ടെന്ന് അറിയാമോ? ഓരോ വീഡിയോസ് വിശ്വസിച്ചിട്ട് പലയിടങ്ങളിൽ പോവുകയും പല സംഭവങ്ങൾ കണ്ടിട്ട് പോയിട്ട് ഒക്കെ നിരാശയും പൈസ പോയ അവസ്ഥയാണ്. പിന്നെ എനിക്കുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി വീഡിയോ ഓണസ്റ്റായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ ഇച്ചിരെങ്കിലും തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. ഞാൻ മുടക്കിയ പൈസ ഒന്നും തിരിച്ചു കിട്ടില്ല, പക്ഷേ എന്തെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടും എന്നുള്ള. നിങ്ങൾ പ്രേക്ഷകർ വീഡിയോ ചെയ്യാത്ത സാധാരണക്കാരായ ആൾക്കാർക്ക് ഒന്നും കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പിന്നെ സിനിമയുടെ തന്നെ ഒരു കേസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പുറം രാജ്യത്ത് പ്രീമിയർ ഷോസ് നടക്കാറുണ്ട് ഓരോ സിനിമകളുടെ. ആരാണ് അവിടെ ഇൻവൈറ്റ് ചെയ്യപ്പെടുന്നത്? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? സിനിമയായിട്ട് ബന്ധപ്പെട്ട സിനിമ സ്നേഹികളായ ആൾക്കാർ, സിനിമയെപ്പറ്റി കോണ്ടൻസ് ചെയ്യുന്നവർ,
തിയേറ്ററുകളെ പറ്റി കോൺടാക്ട് ചെയ്യുന്നവർ, ഇവർക്കാണ് ഇൻവൈറ്റ് കിട്ടുന്നത്. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ കൂടുതലും ഇവൻറ്റ്സ് നടക്കുന്നത് നോർത്ത് ഇന്ത്യൻ സൈഡിലാണ്. എന്നിട്ട് കിട്ടുന്ന ഇൻവൈറ്റ്സ് മാത്രം കിട്ടുന്ന ആർക്കാണ്? സിനിമയുടെ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്കൊന്നുമല്ല. കുറേ ബ്യൂട്ടി, ഫാഷൻ, ഫുഡ്, അല്ലെങ്കിൽ വായി തോന്നിയ എന്തെങ്കിലും ചവറ് വെറുപ്പിക്കൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യുന്ന ഇവന്മാർക്കാണ് ഫുള്ള് ഇൻവൈറ്റ്സും കിട്ടുന്നത്. ഇവിടെ ഡെഡ്പൂൾ ആൻഡ് വുൾവറീൻ്റെ പ്രീമിയർ നടന്നു. എത്ര ഡെഡ്പൂൾ ഫാൻസ് അല്ലെങ്കിൽ മാർവൽ ഫാൻസ് അല്ലെങ്കിൽ വുൾവറീൻ ഫാൻസ്, അതും അല്ലെങ്കിൽ ഒരു സിനിമ എന്തൂസിയാസ്റ്റുള്ള ആർക്കാണ് ഇൻവൈറ്റ് കിട്ടിയത്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഏൽപ്പിക്കുന്നവന്മാരുടെ ചിന്താഗതിയും അങ്ങനെ തന്നെയാണ്. അതായത് അതൊന്നും നോക്കാനുള്ള ജെന്യുവിൻ റിവ്യൂസ് ഒന്നും വേണ്ട, നമുക്ക് മാക്സിമം ആൾക്കാരിലേക്ക് ഈ ഇവൻ്റ് എത്തുക, അത് എത്ര തള്ളി മരിക്കാമോ അത് തള്ളുക, അത് കണ്ടിട്ട് കുറേ പേര് പോവുക. ഇതാണ് അവരുടെ ഒരു കോൺസെപ്റ്റ്. ചില ആൾക്കാർ ഓരോ ഇൻവൈറ്റിന് വിളിക്കുമ്പോൾ തന്നെ എന്താ പറയാനോട്ടെ, സൈൻ ചെയ്ത് കൊടുക്കണം കോൺട്രാക്റ്റ്. ഒന്നും മോശം പറയാൻ പാടില്ല, ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാൻ പാടില്ല, അവർ പറയുന്ന സ്ക്രിപ്റ്റ് തന്നെ പറയണമെന്നൊക്കെ. ഞാനൊക്കെ റിജക്റ്റ് ചെയ്ത് വിടും. അതിനും ഭേദം എളുപ്പമാർഗമുണ്ട്. ഞാൻ പോയി ആ ടിക്കറ്റിൻ്റെ 100 രൂപ 200 രൂപ പോട്ടെ, ഐമാക്സ് ആണെങ്കിൽ ഒരു 500-600 കൊടുത്തിട്ട് എനിക്കെൻ്റെ അഭിപ്രായം പറഞ്ഞുകൂടെ? ഞാൻ കൊണ്ട് അതാണ് ചെയ്യുന്നത്. നമ്മളിവിടെ കൊച്ചിയിൽ എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല, ഇവിടുത്തെ കൊച്ചി ഐമാക്സിൽ കഴിഞ്ഞ ദിവസം ക്യാപ്റ്റൻ അമേരിക്ക നമ്മുടെ ബ്രേവ് ന്യൂ വേൾഡിൻ്റെ ഒരു പ്രീമിയർ ഷോ നടന്നു. കുറേ പേർക്ക് ഇൻവൈറ്റ് കിട്ടി. ഇവിടെ മാർവൽ ഫാൻസ് ഇന്ത്യ, മാർവൽ ഫാൻസ് കൊച്ചി, അതുപോലെ തന്നെ കോമിക് മന്ത്ര, സാൻ, അങ്ങനെ കണ്ടമാനം ആൾക്കാർ, ഇഷ്ടം പോലെ പേരെടുത്ത് പറയുമ്പോൾ ഒരുപാട് പേരുണ്ട്. ഒരുപാട് ഫിലിം എന്തൂസിയാസ്റ്റ്, ഫിലിമിൻ്റെ ഒപ്പീനിയൻസ് പറയുന്ന ചാനൽസ് ആയിട്ടുള്ള റീലോഡ് മീഡിയ, റീലോഡ് റോസ്റ്റ്, ഷാസിൻ്റെ പേജ്, ലൈഫ് ഓഫ് ഷസാം, കോക്കണ്ണൻ, അശ്വന്ത് കോക്ക്, തിരുവനന്തപുരം, ഉണ്ണി വ്ളോഗ്സ്, അങ്ങനെ എന്തോരം പേര്, സീക്രട്ട് ഏജൻറ്റ്, എന്തോരം പേര് സിനിമയെ പറ്റി അഭിപ്രായം പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരു ഇൻവൈറ്റ് കിട്ടിയ? ഒരുത്തനും കിട്ടില്ല. കാരണം എന്താ? ഇവരെല്ലാവരും, ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ടിക്കറ്റ് പൈസ കൊടുത്ത് വാങ്ങി തുറന്ന അഭിപ്രായം പറയുന്നവരാണ്. എത്രയൊക്കെ ഞങ്ങളെയൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിയാലും സത്യം അതാണ്, സത്യം അത് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു ഇൻവൈറ്റും കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇൻവൈറ്റ് ആയിട്ട് പോകുന്ന ആർക്കാണ്? കുറേ ചപ്പും ചവറ് കുറേ പേജസ് ഉണ്ട്. അതിനകത്ത് 1-2 പേജസ് നല്ലതാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. കുറേ ഭൂരിഭാഗം ചപ്പും ചവറ് പേജസിന് ഇൻവൈറ്റ് പോകും. അവർ വന്നിട്ട് അവർക്ക് ഐമാക്സിൻ്റെ ഫുൾ ഫോം പോലും അറിയില്ല, ഐമാക്സ് എന്താണെന്ന് അറിയില്ല, ആസ്പെക്ട് റേഷ്യോ പറ്റി ഒരു കാണാൻ അറിയത്തില്ല, ഒന്നും അറിയില്ല. ഈ കാണുന്ന തിയേറ്റർ 70mm ഐമാക്സ് ആണെന്ന് വരെ തള്ളുന്ന കുറേ ടീമുകളുണ്ട്. ഇവിടെ ഇരിക്കുന്നത് ഐമാക്സ് വിത്ത് ലേസറാണ്, XT ആണെന്ന് അറിയാൻ പാടാത്ത, എന്താണ് XT എന്ന് അറിയാൻ പാടാത്ത, അതൊക്കെ പോട്ടെ, എന്താണ് ഐമാക്സ് എന്ന് പോലും അറിയാൻ പാടാത്ത ടീമുകൾ വന്നാണ് ഐമാക്സിനെ പറ്റി വീഡിയോ ചെയ്യുന്നത്. ഐമാക്സ് ഇന്ത്യയുടെ പേജൊക്കെ എടുത്ത് നോക്ക്, ചിരിച്ചും മരിക്കും നമ്മൾ. അതായത് ഒരു കുന്തറിയാൻ പാടാത്ത ടീമുകളെ വെച്ചിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഒരൊറ്റ ഒരു സിനിമ പ്രേമിക്കോ അല്ലെങ്കിൽ ടെക്നിക്കൽ ആസ്പെക്ട്സിനെ പറ്റി വീഡിയോ ചെയ്യുന്ന ഒരു തിയേറ്റർ പേജ്, നമ്മുടെ തിയേറ്റർ ബാൽക്കണി, അവർക്ക് കിട്ടിയ ഇൻവൈറ്റ് ഇല്ലല്ലോ. അങ്ങനെ ഒരുപാട് പേജസ് ഉണ്ട് ഇവിടെ, ഇഷ്ടം പോലെ പേജസ് ഉണ്ട്, FOC ചാനലുണ്ട്, അങ്ങനെ കണ്ടമാനം. എന്തും ആയിക്കോട്ടെ, എന്തോരം പേര് തിയേറ്ററിൻ്റെ വ്ളോഗ് ചെയ്യുന്നവരുണ്ട്, എന്തോരം പേര് സിനിമയുടെ അഭിപ്രായം പറയുന്നവരുണ്ട്. മല്ലു ഫ്ലിക്സ് ഇൻസ്റ്റാഗ്രാമിലുള്ള പേജ്, മുടി വളർത്തിയ മച്ചാനുണ്ടല്ലോ, വളരെ ഓപ്പണായിട്ട് പല കാര്യങ്ങളും തുറന്നു പറയുന്നതാണ്. ആളുടെ ഒപ്പീനിയൻസിനോട് എനിക്ക് ഒരുപാട് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. കാരണം സിനിമ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഒരേപോലെയാണ്. പക്ഷേ പുള്ളി വെട്ടൊന്നും മുടി നാളുന്ന രീതിയിലുള്ള കാര്യം മുഖത്ത് നോക്കി വീഡിയോയിൽ ഒന്ന് പറയുന്ന ആളാണ്. മച്ചാൻ്റെ വല്ല ഇൻവൈറ്റ് കിട്ടിയ? ഇല്ല, ഇവർക്ക് അത് കിട്ടിയത് ഇവിടെ കുറേ ഫുഡ് പേജസിനും കുറേ കൊച്ചി റിലേറ്റഡ് കുറേ പേജുകളും ഒരു ബന്ധമില്ലാത്ത കുറേ ക്രിയേറ്റേഴ്സും പിന്നെ മറ്റേ ഒരു ഏജൻസി ഉണ്ട്. ആ ഏജൻസിയെ പറ്റി ഞാൻ പറയുന്നില്ല. അവരെ എടുത്തിട്ട് മറ്റേ കുറേ ഫീമെയിൽ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് വെറുതെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് എന്ത് ബ്രാൻഡും അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യും. എന്താണ് പ്രൊമോട്ട് ചെയ്യണത്? എന്ത് ടൈപ്പ് ഇൻഫ്ലുവൻസേഴ്സിനെ അങ്ങോട്ട് സെൻഡ് ചെയ്യണം? ഒന്നുമില്ല. വെറുതെ ചുമ്മാ അവിടെ ചെന്നിട്ട് തള്ളിയങ്ങ് മരിക്കും. ഞാൻ പറയില്ലേ, എന്താണ് ഐമാക്സ് ഒരു PLF ആണെന്ന് പോലും അറിയാം. അതായത് PLF എന്ന വാക്കിനെ പറ്റി വിവരമില്ലാത്ത ആൾക്കാരാണ് അവിടെ ചെന്നിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോസ് ഉണ്ടല്ലോ, ചിരിച്ച് മരിക്കും. തള്ളെന്ന് പറഞ്ഞാൽ ആസ്ഥാന തള്ളായിരിക്കും. ഈവൻ തിയേറ്റേഴ്സുകാർക്ക് ഒരു നന്ദി എന്ന് പറഞ്ഞ കാര്യമോ അല്ലെങ്കിൽ ഒരു നന്ദി പോട്ടെ, നന്ദി നമ്മൾ പ്രതീക്ഷിക്കണം നോക്കാം. ഇന്ത്യയിൽ നന്ദി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ജെന്യുവിനായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം
ഒന്നും ചെയ്യില്ല ഇവർ. കാരണം ഇവർക്കെന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവരിക, ഇവരുടെ പോപ്കോണും ഇവരുടെ ഫുഡും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് ഐമാക്സോ അല്ലെങ്കിൽ തിയേറ്റർ പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ആ തിയേറ്ററിൻ്റെ സ്പെക്സ് ഇമ്പ്രൂവ് ചെയ്യാനോ നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നല്ലൊരു ഓഡിയോ എക്സ്പീരിയൻസ് നൽകാനൊന്നുമല്ല. ദേ വോണ്ട് ടു സെൽ പോപ്കോൺ. ഇതാണ്. അപ്പോൾ തിയേറ്റേഴ്സിൻ്റെ ആൾക്കാരെ വിളിച്ച് കഴിഞ്ഞാൽ ഈ തിയേറ്റേഴ്സോ അല്ലെങ്കിൽ സിനിമയുടെ കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർ വന്ന് ഇതൊക്കെ എടുത്ത് പറയുമല്ലോ. അതവർക്ക് വേണ്ട. അവർക്ക് വേണ്ടത് ഫുഡിൻ്റെ തള്ള് പ്രൊമോട്ടേഴ്സാണ്. അവരെ വിളിക്കുന്നു, കുറേ ഫാഷൻ സോ കോൾ ഫാഷൻ ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ചിട്ട് വെറുതെ കൊണ്ടുവന്ന് ഇരുത്തുന്നു, എല്ലാം സൂപ്പറാന്ന് പറയുന്നു. എടേ, ഞാൻ ഈ അടുത്ത് കണ്ടുവച്ച ഏറ്റവും മോശം പടങ്ങളിലൊന്നാണ് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ്. ആ പടം വേറെ ലെവലാന്ന് പറഞ്ഞ് തള്ളിക്കുന്ന ഇഷ്ടം പോലെ വീഡിയോസ് ഞാൻ കണ്ട്. തള്ളിയുണ്ടല്ല, ഐമാക്സ് തെറിച്ച് റോട്ടി കിടക്കും, പ്രൊജക്ടർ തള്ളി റോട്ടി പോവും, അമ്മാതിരി തള്ള്. ഇമ്മാതിരി തള്ളൊക്കെ ആയിട്ട് വീഡിയോസ്. എടേ, ആൾക്കാർ പൊട്ടന്മാരല്ല എന്നുള്ള കാര്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി. ഇത് കാണുന്നവരൊന്നും പൊട്ടന്മാരല്ല. ഞാൻ എൻ്റെ വീഡിയോസിലൂടെ നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, എനിക്കെന്താ വേറെ വല്ല പ്രാന്തണ്ട? എല്ലാ സിനിമയുടെയും അഭിപ്രായം പറയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ 4 മിനിറ്റോ 5 മിനിറ്റിൽ ഒതുക്കിയിട്ട് അങ്ങോട്ട് പോയാൽ പോരെ. ഞാൻ എന്തിനാണ് കഷ്ടപ്പെട്ടിരുന്നത്? ഇത് എന്ത് റേഷ്യോയിലാണ്? ഇത് ഏത് തിയേറ്റർ എന്ത് പ്രൊജക്ഷനിൽ കാണുന്നതാണ് നല്ലത്? നിങ്ങളുടെ പൈസയ്ക്ക് മൂല്യം നൽകുന്ന ഒരു ക്രിയേറ്റർ ആയതുകൊണ്ടല്ലേ ഞാൻ ഈ കിടന്ന് ഇതൊക്കെ പറയുന്നത്. വേറെ എത്ര പേര് പറയേണ്ടത്? വേറെ എത്ര പേർക്ക് ഇതിനെപ്പറ്റി അറിയാം? ഇത് എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ പറ്റിക്കപ്പെട്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ സ്വയം കഷ്ടപ്പെട്ട് ഇൻഫോർമേഷൻസ് ശേഖരിച്ചും ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തും എന്നെപ്പോലെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരുപാട് തിയേറ്റർ അല്ലെങ്കിൽ മൂവി എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ചേർന്നിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്യുന്നത്. പ്രോപ്പറായിട്ടുള്ള ഇൻഫോർമേഷൻസ് നൽകുന്ന, നിങ്ങളെ ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. എന്നെപ്പോലുള്ള ഒരുപാട് പേര്, എൻ്റെ ചിന്താഗതിയുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഹിന്ദിയിലെടുത്ത് നോക്കിയാൽ ശ്രേയ ഉണ്ട്, ഇംഗ്ലീഷിൽ വീഡിയോസ് ചെയ്യുന്ന കെ ഡി ക്ലൗഡി ഉണ്ട്, നമ്മുടെ മലയാളത്തിൽ രാഹുലുണ്ട്, എൻ്റെ കൂട്ടുകാരൻ രാഹുൽ 360 ആണ് ചാനലിൽ പേര്, RAHOOL 360. എന്ത് വ്യൂവർഷിപ്പ് ഉണ്ട് അവർക്കൊക്കെ? എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ട് അവരെ? എത്ര ഇൻവൈറ്റ്സ് അവർക്ക് കിട്ടുന്നുണ്ട്? അങ്ങനെ ഇനി പേര് പറയുമ്പോൾ ഇനി ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെയൊക്കെ സ്പ്രെഡ്ഷീറ്റ്, ഞാനിപ്പോൾ സ്പ്രെഡ്ഷീറ്റ് തയ്യാറാക്കി വെച്ചേക്കാനാണ്. ഞങ്ങളുടെയൊക്കെ അടുത്ത് നിങ്ങൾ ചോദിക്കുക എത്ര സിനിമ ഇന്ന തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെന്ന്. ഇത്രയും സിനിമ ഒരു വെന്യൂവിൽ കണ്ട ആൾക്കാർ വളരെ കുറവായിരിക്കും. എൻ്റെ കേസ് വിട്, ബാക്കിയുള്ളവർക്ക് പോലും ഒരു ഇൻവൈറ്റോ ഒരു അപ്രീസിയേഷനോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ ഒരു സാധനം കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താ, ഇവരെല്ലാവരും ജെന്യുവനായിട്ട് വീഡിയോ ചെയ്താലോ ഒരു അഭിപ്രായം പറഞ്ഞാൽ അപ്പം അവനെ തഴിയുക എന്നുള്ളതാണ്. ഇവർക്ക് ഈ തള്ള് പ്രൊമോട്ടേഴ്സിനെ മതി. ഈ തള്ള് പ്രൊമോട്ടേഴ്സ് വെച്ച് വീഡിയോ ഇവർ ചെയ്യും, പക്ഷേ ഇവരറിയുന്നില്ല ഇവരുടെ കാലിൻ്റെ അടിയിലുള്ള മണ്ണൊലിച്ച് പോകുന്നത്. കാരണം ഈ തള്ള് ഇറക്കി നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായി ഇതൊക്കെ തള്ളാണെന്നുള്ളതും അവരുടെ പൈസ പോയി നാട്ടുകാർക്ക് മടുത്ത്. എന്നിട്ടും ഉണ്ടല്ല, ഞാൻ കാണുന്ന ഒരു പ്രവണതയുണ്ട്, എന്നിട്ടും ഇത്രയൊക്കെ ഉണ്ടായിട്ടും വീണ്ടും ആൾക്കാർ ഈ തെറി പറയാനാണെങ്കിൽ പോലും അവരുടെ വീഡിയോയിൽ കണ്ട് ഫോൾസ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഉള്ള ആൾക്കാരുടെ സപ്പോർട്ട് ചെയ്തും, അല്ലെങ്കിൽ സപ്പോർട്ട് പോലും വേണ്ട, തെറി പറയാൻ വേണ്ടിയാണെങ്കിലും അവിടെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് അവിടെ കയറി വീഡിയോ കണ്ടിട്ട് അപ്പോഴും അവർക്ക് പൈസ വീണ്ടും ഉണ്ടാക്കി കൊടുക്കുകയാണ്, അവർക്ക് വീണ്ടും റീച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉള്ള കാര്യം പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന, ജെനുവിനായിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ പൈസക്ക് മൂല്യം നൽകുന്ന ക്രിയേറ്റേഴ്സിന് വിലയില്ല, വ്യൂസില്ല, റീച്ചില്ല, ഒരു കോപ്പുമില്ല. ഞാൻ എൻ്റെ കേസ് മാത്രമല്ല പറയുന്നത്, എല്ലാവരുടെയും കേസ് പറയാനാണ്, ഞാൻ കാര്യമായിട്ട് പറയാനാണ്. പിന്നെ എങ്ങനെ നമ്മുടെ നാട് ഗുണം പിടിക്കും? ഇവിടെ എങ്ങനെ ഗുണം പിടിക്കും? പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് രാജ്യം വിട്ട് വേറെ എവിടെയെങ്കിലും പോയാലാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കുറേ ക്രിയേറ്റേഴ്സൊക്കെ ചെയ്ത്, കാരണം എന്താ, അവിടെ പോയി കഴിഞ്ഞാൽ വിലയെങ്കിലും കിട്ടും, അല്ലെങ്കിൽ ചെയ്യുന്ന ഓണസ്റ്റിക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടും. സ്പീക്കിംഗ് ഓഫ് ദാറ്റ്, ഇനി അടുത്ത മേഖലയെ പറ്റി ഞാൻ പറയാം. സിനിമയുടെ കേസ് വിട്ടിട്ട് ടെക് മേഖല, ഞാൻ അതിനകത്തും കൈവച്ച ആളാണ്. നിങ്ങൾ പണ്ടത്തെ ടെക് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ മാറ്റം നിങ്ങൾക്കിപ്പോൾ ശരിക്കും തിരിച്ചറിയാൻ പറ്റും. മാറാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഗീക്കി രഞ്ജിത്ത്, C4E ടെക് ആഷ്,
മിസ്റ്റർ ഹൂസ് ദ ബോസ്, MKBHD പോട്ടെ, ഇവരെക്കാളൊക്കെ, അതായത് ഇവരെക്കാളെന്ന് ഞാൻ പറയില്ല, എന്നാലും ഞാൻ പറയുന്നത് അന്യ രീതിയിൽ ഓണസ്റ്റായിട്ട് ഇപ്പോഴും നിൽക്കുന്ന ഒരാളുണ്ട്, ജെറി റിഗ് എവരിത്തിങ്. പുള്ളിക്ക് ഏതെങ്കിലും ഒരു കമ്പനി എന്തെങ്കിലും സാധനം അയച്ചു കൊടുക്കുമോ? അങ്ങനെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ ഭീകര കമ്പനിയാണെന്ന് ഞാൻ പറയും. പണ്ടൊക്കെ ഓരോ കമ്പനിക്കാരും ഫോൺസ് അല്ല എന്ത് ഗാഡ്ജറ്റ്സ് അയച്ചു കൊടുക്കുമായിരുന്നു. എന്നിട്ട് യു ആർ ഫ്രീ ടു സേ എനിത്തിങ് യു വോണ്ട് എന്നുള്ളതായിരുന്നു. ഈവൻ ആ കമ്പനീസ് ഒരു ഇന്ത്യയിൽ വരുമ്പോഴേക്കും ഇവിടുത്തെ മാർക്കറ്റിംഗ് ടീമിൻ്റെ തൊല്ല കാരണം നമുക്കൊന്നും തുറന്നു പറയാൻ പറ്റില്ല. ഓൾറെഡി തന്നെ ഈ ഡിവൈസ് തരുന്നതിന് അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് തരുന്നതിന് മുന്നേ തന്നെ മറ്റേ ക്ലോസ് ആണ്, ഡിജിറ്റൽ സിഗ്നേച്ചറോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് എഴുതി മേടിച്ചെടുക്കും. ഒരു മോശവും പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് എനിക്ക് പ്രൊഡക്റ്റ് വേണ്ടൊരു തേങ്ങാൻ വേണ്ടെന്ന് പറയും. നമ്മളത് പൈസ കൊടുത്ത് മേടിച്ചിട്ട് അഭിപ്രായം പറയും ഉപയോഗിച്ചിട്ട്. ഈവൻ ചില കമ്പനിക്കാരുണ്ട് അയച്ച് പ്രൊഡക്റ്റ് തന്ന് എത്രയോ മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ എത്രയോ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ വീഡിയോ വേണമെന്ന് പറയും. എടാ അത് ഉപയോഗിച്ച് നോക്കണ്ടേ? ഞാനൊക്കെ ഒരു വീഡിയോ ഇട്ടേക്കണം, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ. ഒരു കട്ടിലെനിക്ക് കിട്ടി, ഇത്ര മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണിച്ചത്. ഒരു സോഫ ബെഡ് കിട്ടി, 3 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അതിൻ്റെ അഭിപ്രായം പറഞ്ഞത്, ഉപയോഗിച്ചതിന് ശേഷം. അങ്ങനെ വേണം ഒരു റിവ്യൂ എന്ന് പറയുന്നത്. ഇത് ടെക് ഇൻഡസ്ട്രിയിലെ കാര്യം പറഞ്ഞാൽ കഷ്ടമാണ്. ഓപ്പണായിട്ട് ജെനുവിനായിട്ട് അഭിപ്രായങ്ങൾ പറയുന്ന ഒരാൾ, അയാൾ ചിലപ്പോൾ ടെക്നിക്കലി ഭയങ്കര സൗണ്ട് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമുക്കറിയേണ്ട കാര്യങ്ങളൊക്കെ ആൾ പറയുന്നുണ്ടാവും. ഒരു ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസ് കോൺസൊക്കെ വ്യക്തമായിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് പറയുന്ന ആളായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള ആൾക്ക് പൂരത്തെറിയും, നീ ഹിന്ന ഹേറ്ററാണ്, നീ ആപ്പിൾ ഹേറ്ററാണ്, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയും. എന്നിട്ട് കുറേ ടീമുകളുണ്ട്, അവന്മാർ ഈ ബ്രാൻഡിൽ നിന്ന് പൈസയും മേടിക്കും. എന്നിട്ട് വളരെ മീഡിയോക്കറായിട്ടുള്ള കാക്കാഷിന് കൊള്ളില്ലാത്ത ഡിവൈസസ് വേറെ ലെവലാന്ന് പറഞ്ഞിട്ട് അവർക്ക് ചീത്ത പറയാനാണെങ്കിലും കുറേ വ്യൂവർഷിപ്പ്, അല്ലെങ്കിൽ അല്ലാതെ കുറേ മാര് വന്നിട്ട് അരേ വാ ക്യാ ബാത്തേ, ഈ സീനിൽ കുറേ വ്യൂസും റീച്ചും കിട്ടും. മറ്റവൻ സ്വന്തം പൈസയ്ക്കായിരിക്കും ഫോൺ മേടിച്ചിരിക്കുന്നത്, അവന് ഒരു ബ്രാൻഡും ഫ്രീ കൊടുത്തതായിരിക്കില്ല. ഫോൺ പോട്ടെ, എന്ത് സാധനം ആയിക്കോട്ടെ, സ്വന്തം പൈസയ്ക്ക് മേടിച്ചായിരിക്കും. ഓപ്പണായിട്ടുള്ള അഭിപ്രായം പറയുമ്പോൾ ആളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നു കമ്പനികൾ, ആളെ ഒരു ഇവൻറ്റിനും ക്ഷണിക്കുന്നില്ല, മൊത്തത്തിൽ തഴയുന്നു. ഇതാണ് അവസ്ഥ. ഇതുകൊണ്ട് ജെന്യുവനായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വളരെ റെയറാണ് ഇപ്പം. ഉള്ളവർക്കാണെങ്കിൽ റീച്ചും ഇല്ലാത്ത അവസ്ഥ. KD ക്ലൗഡിയുടെ അവസ്ഥ ഞാൻ പറഞ്ഞിട്ടെ. ആൾ പണ്ട് ടെക്കിൻ്റെ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചാണ്. അവൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ യുറേക്ക എന്നുള്ള ഫോണും യൂഫോറിയ എന്ന് പറഞ്ഞ ഫോണും വാങ്ങിയിട്ടുണ്ടായിരുന്നു. യുറേക്ക എനിക്കും അമ്മയ്ക്ക് യൂഫോറിയ. എത്ര നാളെ ഞാൻ ഉപയോഗിച്ചെന്ന് അറിയുമോ? അവൻ്റെ വീഡിയോസ് ആരും സ്പോൺസർ ചെയ്തൊന്നുമല്ല, അവൻ തന്നെ ഫോൺ മേടിച്ചിട്ട് റിവ്യൂ ചെയ്തതാണ്. ആ ജെന്യുവിനിറ്റിയൊന്നും ഇപ്പോഴുള്ള വളരെ കുറച്ച് ആൾക്കാർക്ക് ഉള്ളതെന്ന് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മുടെ മലയാളത്തിൽ ഷാസ് ഉണ്ട്, സ്വന്തം പൈസയ്ക്ക് ഫോൺ മേടിക്കും, അഭിപ്രായം പറയും. എത്ര കമ്പനീസ് ഷാസിന് ഫോൺ കൊടുക്കൂല, കാരണം എന്താ ഉള്ള കാര്യം പറയും. അങ്ങനെ ഒരുപാട് പേര്, ഷാസ് മാത്രമല്ല ഒരുപാട് ആൾക്കാരുണ്ട്, വേറെയുണ്ട്. അതേസമയം ഇതിനേക്കാളൊക്കെ കൂടുതൽ വ്യൂവർഷിപ്പും ഇതിനേക്കാളൊക്കെ കൂടുതൽ ഫോളോവേഴ്സും കുറേ മറ്റേ അൺബോക്സിങ് ടീമിനുണ്ട്. അൺബോക്സിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സാലിയുടെ കേസല്ല കേട്ടോ, അത് തെറ്റിദ്ധരിക്കരുത്. സാലി തങ്കപ്പെട്ട ഒരു പയ്യനാണ്, എനിക്ക് പേഴ്സണലി അവനെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു നല്ല മകനാണ്, ആ ഉമ്മച്ചിക്ക് കിടിലൻ ഒരു മകനാണ്. അതുകൊണ്ട് അവനാണ് തെറ്റിദ്ധരിക്കരുത്. വേറെ കുറേ ടീമുകളുണ്ട്. അതായത് ഇപ്പോൾ ഇത് ബോക്സാണെന്ന് വിചാരിച്ചോ, ഇവരാകെ ചെയ്യണമെന്ന് നോട്ടെ, ഈ ബോക്സിൽ എന്താണ് എഴുതി വെച്ചേക്കണം അത് തന്നെ നമുക്കത് വെറുതെ മലയാളത്തിൽ പറഞ്ഞു തരും. എന്നിട്ട് അതാണ് ചക്കനും മങ്ങനും തേങ്ങയാണ്. എന്നിട്ട് ഇതേ ടീമുകളുണ്ടല്ല, സ്വന്തമായിട്ട് പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങളെ വെട്ടി മുറിച്ച് വേറെ പീസാക്കും. പക്ഷേ എന്നിട്ട് ലോകോത്തര വാണക്കുറ്റി കമ്പനികളുടെ ഡിവൈസസ് വേറെ ലെവലാണെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യും. ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു വാക്കും കൊടുക്കും. അങ്ങനെയുള്ള ക്രിയേറ്റേഴ്സ് ഉണ്ട് ടെക്കിൽ, മലയാളത്തിൽ തന്നെ. ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും പൊളിയും. കാരണം പൊളിയുന്നവന്മാർക്ക് അറിയാം അവന്മാർ ചെയ്യണ ഊളത്തരാണെന്നുള്ളത്. പക്ഷെ നമ്മളിത് ഇവിടെ പറയും, കാരണം ഞാൻ ഇതിൻ്റെ ചുറ്റും ഇരുന്ന് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും നടക്കണതും പലവന്മാർ ചേഞ്ച് ആയതും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ പൈസ കിട്ടി തുടങ്ങിയപ്പോഴാണ്, പൈസ കണ്ടിട്ടാണ് ഇതെല്ലാം മാറിയത്. സത്യമായ കാര്യമാണ് ഇത്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്ന അറിയില്ല. ഇപ്പോൾ കുറേ നമ്മാർ ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് അടിക്കുകയും കുറേ തെറി പറയാൻ വരും. പക്ഷേ എനിക്ക് പുല്ലാണ്. ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് കുറച്ച് പേരെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളെങ്കിലും എനിക്ക് രക്ഷിക്കാൻ പറ്റിയ, നിങ്ങളെങ്കിലും പറ്റിക്കപ്പെടുന്നെന്ന് നിങ്ങൾക്ക് ഒരു ശതമാനമെങ്കിലും ഞാൻ പറഞ്ഞത് വിശ്വാസമായിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ ജയിച്ചു.
ഇത് എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ എനിക്കറിയാവുന്ന മേഖലകൾ. പിന്നെ അതെ എൻ്റെ വൈഫ് ചെയ്യുന്ന ടൈപ്പ് വീഡിയോസ് ഉണ്ടല്ലോ, ഇപ്പോൾ ബ്യൂട്ടി പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഫാഷൻ കരിയാട് മറ്റേ മറിച്ചൊക്കെ. അവളിപ്പോൾ വീഡിയോ അങ്ങനെ ചെയ്യാത്ത എന്താ? ജെന്യുവനായിട്ട് അഭിപ്രായം പറഞ്ഞാൽ ആർക്കും വേണ്ടെന്നേ. ഇവിടെ കമ്പനികൾ ഓരോ പ്രോഡക്റ്റ്സ് അയച്ചു കൊടുക്കുമ്പോഴേക്കും കണ്ണും പൂട്ടി വേറെ ലെവലാണെന്ന് പറഞ്ഞു വിട്ടാൽ മതി. അതിന് ഒടുക്കത്തെ വ്യൂസാണ്. കാരണം എന്താണെന്ന് കൊണ്ട് പറഞ്ഞു തരട്ടെ. ഈ തള്ള് പറഞ്ഞാലുള്ള ഗുണം ഞാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ തള്ളു പറഞ്ഞു കഴിഞ്ഞാൽ ഗുണം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ വ്യൂസ് നേടാനായിട്ടാണ് അല്ലെങ്കിൽ കണ്ടമാനം സമ്പാദിക്കാനുള്ള മൈൻഡിലാണ് ഇവിടെ വന്നിരുന്നെങ്കിൽ ഇല്ലേണ്ട ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യൂലായിരുന്നു. അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സ് ഇങ്ങനെ ചെയ്യൂല. ഞാൻ കാരണം പറഞ്ഞുതരാം. കാരണം നമ്മളെല്ലാം സൂപ്പറാണെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നമ്മളോട് ഒരു പ്രശ്നമില്ല. വ്യൂവേഴ്സിന് മാത്രം പ്രശ്നമുണ്ടാവുള്ളൂ. വ്യൂവേഴ്സിന് പ്രശ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? വലിയ കുഴപ്പമൊന്നുമില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പറയും ക്വാളിറ്റിയാണ് മറ്റേ പ്രശ്നം. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. കുറേ ആൾക്കാർ വന്ന് തെറി പറയുന്നു. തെറി പറയുന്ന വിചാരം ഈ തെറി പറയുന്നതുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ചൊന്നും എന്താ നേടാൻ പോകുന്ന മറ്റേ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ തെറി പറയാൻ വന്നാൽ പോലും റീച്ചാണ്. വീഡിയോയിൽ കൂടുതൽ റീച്ചായി കഴിഞ്ഞാൽ ഇവരെ വീണ്ടും കുറേ ബ്രാൻഡ് അപ്രോച്ച് ചെയ്യും. ഓൾറെഡി ആ തെറി പറഞ്ഞ വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടിയിട്ട് അതിൽ നിന്ന് വരുമാനം കിട്ടും. ഇത് കൂടാണ്ട് ആ ബ്രാൻഡ് ഏത് ബ്രാൻഡാണോ ഇവർ പ്രൊമോട്ട് ചെയ്തത് ആ ബ്രാൻഡിൽ നിന്ന് പൈസ കിട്ടും. തള്ളു പറഞ്ഞുകൊണ്ടിരുന്ന സത്യം പറഞ്ഞാൽ ഗുണം മാത്രമേ ഉള്ളൂ. ഈ തള്ളു പറഞ്ഞ് ഈ മുന്നോട്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് പോകണവൻ കണ്ടമാനം പൈസ ഉണ്ടാക്കും. ആൾക്കാരെ വിറ്റ് പൈസ ഉണ്ടാക്കും. ആഡംബര കാറ് വാങ്ങും. ആഡംബര വീട് വെക്കും. ജെന്യുവനായിട്ട് വീഡിയോ ചെയ്യുന്നവൻ എവിടെ ഇരുന്നോ അവിടെ തന്നെ ഇരിക്കും. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഇതാണ് സത്യം. ഇതാണ് റിയാലിറ്റി. ഇപ്പോൾ എനിക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ള മൈൻഡായിരുന്നെങ്കിൽ എനിക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ഒരു ശത്രുക്കളെ ഉണ്ടാക്കേണ്ട ഒരവസ്ഥ വരില്ല. കാരണം എന്താ? എല്ലാവരും സൂപ്പറാന്ന് പറയുന്നതാണ്. അത് സിമ്പിൾ പരിപാടിയാണെന്നേ. ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു സേ ദ ട്രൂത്ത് ആൻഡ് വെരി ഈസി ടു ലൈ. നമുക്ക് എല്ലാവർക്കും ഒരു ചോയ്സ് ഉണ്ട്. ഞങ്ങൾ ആ ചോയ്സ് എടുത്തിരിക്കുന്നതുകൊണ്ട് ആണ് നമ്മൾ ജെന്യുവനായിട്ട് ഇങ്ങനെ ഇത്രയൊക്കെ ഹേർഡിൽസ് ഉണ്ടായിട്ടും ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതർ പാത്ത് വാസ് വെരി ഈസി. അതിന് ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. കുറച്ച് റെസ്പെക്റ്റെങ്കിലും കിട്ടിയാൽ മതി ഇത് ചെയ്യുന്നതിന്. വേറൊന്നും നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കണില്ല. വേറെ കാര്യങ്ങളാണ് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ നമ്മൾ മറ്റേ പാത്തെടുത്താനെ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എനിക്ക് സംഭവിക്കുമ്പോഴല്ല, എൻ്റെ ചുറ്റുമുള്ള എന്നെപ്പോലെ തന്നെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള വേറെ ആൾക്കാർക്ക് സംഭവിക്കുമ്പോഴാണ് എനിക്ക് റിയലൈസേഷൻ ഉണ്ടാവുന്നത്. പക്ഷെ എൻ്റെ കേസ് പോട്ടെ, ഇവരുടെ അവസ്ഥ നോക്കിക്കാന്ന്. എന്തൊരു പൈസ പോകുന്നുണ്ട്. ചിലവാക്കണ പൈസയുടെ 1% പോലും തിരിച്ചു കിട്ടുന്നുണ്ടാവില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. ജസ്റ്റ് ബിക്കോസ് ദേ ആർ ഓണസ്റ്റ്, അല്ലെങ്കിൽ ജസ്റ്റ് ബിക്കോസ് വി ആർ ഓണസ്റ്റ്. മനസ്സിലായില്ലേ? എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടുകാരെ തെറിയാക്കേണ്ട അവസ്ഥയാണ്. ഭയങ്കര ഷോകൂടെ. അത് പറയാതിരിക്കാൻ വയ്യ. ഇത് കുറേ നാളായിട്ട് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഇപ്പോൾ നിങ്ങളോട് ഇത് വന്ന് പറഞ്ഞത്, നിങ്ങൾ ഇനിയെങ്കിലും കണ്ണോർക്ക്. ഇനിയെങ്കിലും നിങ്ങൾ കണ്ണുകൊണ്ട് തലച്ചോർന്ന് ഉപയോഗിക്കുക. ആരെ സപ്പോർട്ട് ചെയ്യണം വേണ്ട എന്നുള്ളത്. നിങ്ങൾ എന്തോരം പേരാന്ന് പറയുമ്പോൾ ഫോളോ ചെയ്ത് വിട്ടിട്ട് ചില ഒട്ടും അർഹതയില്ലാത്ത പല പേജസും ഇന്നത്തെ ഇതിൽ വന്നിട്ട് നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് നിങ്ങളെ വിറ്റ് പൈസ ഉണ്ടാക്കുകയാണ്. പിന്നെ ഷോർട്സ് ചാനൽസിൻ്റെയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കുറേ ഇപ്പോൾ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു സിൽവർ പ്ലേ ബട്ടൺ കിട്ടുക അല്ലെങ്കിൽ ഗോൾഡ് പ്ലേ ബട്ടൺ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. അത് കറക്റ്റായിട്ടുള്ള ആ ഒരു ക്വാളിറ്റിയുള്ള ചാനലിൽ കിട്ടുന്ന അവസ്ഥയായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ചപ്പും ചവറും കാൽക്കാശിന് കൊള്ളില്ലാത്ത വീഡിയോസ് ചെയ്യുന്ന പല ചാനൽസൊക്കെ ഗോൾഡ് പ്ലേ ബട്ടൺ അടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. എന്നിട്ട് അവർ പോലും ഈ ഗെയിം ബെറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വീണ്ടും പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ പൈസ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ പറ്റിക്കുകയാണ്. എനിക്കറിയാം ഇത് പറയുമ്പോൾ കുറേമാർ വരും ഇപ്പം ഇളകിക്കൊണ്ട്. പക്ഷേ ഇതാണ് സത്യാവസ്ഥ. നിങ്ങൾ ഇനിയെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ നഷ്ടപ്പെടാനുള്ളത് നിങ്ങൾക്ക് തന്നെയായിരിക്കും. ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഞാനത് ഞങ്ങളെന്ന് പറയണത് ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയണത് ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ്. അതായത് വെറുതെ പറയണതല്ല. ഞാൻ അത്രയും എനിക്കാകെ പാലിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഓണസ്റ്റായിട്ടൊരു കാര്യം ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാനിവിടെ എന്നെക്കൊണ്ട് പറ്റാവുന്ന പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട്. മനസ്സിലായ? ഇതിൽ കൂടുതൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും ഞാൻ വേറെ ഒന്നും ഓഫർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേറെ ഒരു സാധനം ഓഫർ ചെയ്യുന്നില്ല അപ്പാർട്ട് ഫ്രം മൈ ഓണസ്റ്റി.
ഇൻ മൈ വീഡിയോസ്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ പറ്റിക്കപ്പെടാനാണ് നിങ്ങളുടെ വിധിയെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചോ. ഈ പറഞ്ഞ മണ്ടന്മാരെ, ഈ പറഞ്ഞ പറ്റിക്കുന്ന ആൾക്കാരെ തന്നെ ഫോളോ ചെയ്ത് ഇനിയും വാനോളം വളർത്തി നിങ്ങൾ സ്വയം പാമ്പേടി കൊള്ളു. അതായത് നിങ്ങളൊക്കെ ഈ പാലുള്ളി വളർത്തണ എല്ലാം നിങ്ങളെ തന്നെ തിരിച്ചു കൊത്തുന്ന പാമ്പുകളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിക്കുള്ളൊന്നും എനിക്കൊന്ന് പറയാനില്ല കേസിൽ. എന്തായാലും അർഹതപ്പെടുന്നവന് ഒരു സാധനം കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. ഏത് മേഖലയിലെടുത്താലും ശരി. ഇതിപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് മേഖലയെ പറ്റി പറയുന്നു. ഇനി വരും ദിവസങ്ങൾ, വരും മാസങ്ങൾ, വരും വർഷങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് പേര് നിങ്ങളെ പറ്റിച്ചു എന്നുള്ളത് അറിയാൻ പറ്റും. ഓരോരുത്തരും ഇങ്ങനെ പിടികൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പോലീസ് നല്ല രീതിയിൽ അന്വേഷിക്കണം. നല്ല രീതിയിൽ ഇതിനെ പിന്നാലെ അന്വേഷിക്കണം. അതുകൊണ്ട് എക്കത്തിനും അതിനെന്താ പറയണത്, ഒരു മയമില്ലാതെ, ഒരു എന്താ പറയണത്, വിവേചനം ഇല്ലാതെ എല്ലാത്തിനും പിടിച്ച് അകത്താക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹെവി ഫൈൻ ഓടിച്ചു കൊടുക്കണം തെറ്റായ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്ത ആൾക്കാരുടെ പൈസ നശിപ്പിക്കുന്നതിന്. അതിപ്പോൾ നടനായാലും ശരി, ഇൻഫ്ലുവൻസർ ആയാലും ശരി, നടിയായാലും ശരി, ആരും ആയിക്കോട്ടെ, നല്ല രീതിയിൽ ഫൈൻ അടിച്ചു കൊടുത്തോളാം. ഫൈൻ അടച്ചിട്ടും വീണ്ടും, അല്ലെങ്കിൽ ശിക്ഷിച്ചിട്ടും വീണ്ടും ചെയ്യുന്നവന്മാരെ പിടിച്ച് അകത്തിടണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഇത്രേ ഉള്ളൂ. എനിക്കിത് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. ബാക്കി നിങ്ങളുടെ ചോയ്സാണ്. എനിക്കിത് പറയാനേ പറ്റുള്ളൂ. നിങ്ങളോട് പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ്. ശരി, ബൈ.